ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം നമുക്കായിരിക്കാം. നമ്മുടെ നടുവിലായിരിക്കുന്ന അനീഷ് പാസ്റ്ററിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ വളരെ സ്നേഹിക്കുന്ന, നമ്മുടെ മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ചില മാസങ്ങളായി US-ൻ്റെ മണ്ണിൽ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് കാനഡയിൽ കടന്നു വരാനും ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിപ്പാനൊക്കെ കൃപ ചെയ്തു. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളും തമ്മിൽ കണ്ടത്. എന്നാലും പരിചയപ്പെട്ട നിമിഷം മുതൽ പ്രാർത്ഥിക്കുവാൻ ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ദൈവം അനുവദിച്ച പ്രകാരം ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ മിനിസ്ട്രി ചെയ്യുവാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ ദൈവം അയച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ പ്രതീക്ഷയോടായിരിക്കുന്നു ഇന്ന് പകലിൽ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആർത്തിയുള്ളവനെ തൃപ്തനാക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആർത്തിയുള്ളവനെ തൃപ്തനാക്കുന്നൊരു ദൈവമുണ്ട്. അവൻ ആർത്തിയോടെ ദൈവസന്ധി വിട്ട് മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അവനെ തൃപ്തനാക്കി മടക്കി വിടും. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ നീ തൃപ്തനാക്കി മടക്കി വിടണം. ഞാൻ വന്ന വിഷയം എന്താണോ, എൻ്റെ സാഹചര്യം എന്താണോ, അതുമായിട്ട് ഞാൻ മടങ്ങുവാൻ എന്നെ നീ അനുവദിക്കരുത്. ഞാൻ ഇന്ന് പകലിൽ ഒരു വിഷയമായിട്ടാണ് വന്നതെങ്കിൽ തിരിച്ചു പോകുന്നത് ഒരു വിടുതലും ഒരു സൊല്യൂഷനുമായിട്ട് പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ അഭിഷിക്തനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്താട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധി ഇരിക്കാം. ആമീൻ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം എൻ്റെ ലൈഫിൽ ഈ ജീസസ് ഈസ് അലൈവ് കാനഡയിൽ ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ഡിജു, പാസ്റ്റർ ജോർജ്, വർഗീസ് പാസ്റ്ററെ, ആഗതരായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. ഈ മലയാളം ഒട്ടും അറിയാത്തവരെന്ന് കൈ പൊക്കാമോ? ഓക്കെ. സോ ഹോളി സ്പിരിറ്റ് വിൽ ടച്ച് യു. ഓക്കെ. സോ ഞാൻ ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഒരാൾ നിൽക്കുമ്പോൾ ഒരു പവർ, രണ്ട് പേര് നിൽക്കുമ്പോൾ രണ്ട് പവറാണ്. സോ ഐ ലവ് ദാറ്റ്. ബട്ട് ഞാനൊരു ആശയമായിട്ട് നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ എന്തേലും ഒരു മെസ്സേജ് പറഞ്ഞിട്ട് പോകാനല്ല. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് മൈറ്റി ഇൻ മിഡ്സ് ഓഫ് അസ്. ആമേൻ. ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്തും ഭയങ്കര മാറ്റങ്ങൾ നടക്കും. ആമേൻ. ഫസ്റ്റ് പെന്തിക്കോസ് നടന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണെങ്കിൽ, സെക്കൻഡ് നടന്നത് അസൂസ സ്ട്രീറ്റിലാണെങ്കിൽ, ഇനിയും വരാൻ പോകുന്നത് 3-ാമത്തെ പെന്തിക്കോസാണ്. അത് നമ്മുടെ നടുവിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കം ഓൺ ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി വിടാം. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കര പെന്തിക്കോസ് പാരമ്പര്യമുള്ള പുള്ളിയാണ്. ചുമ്മാതാ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു വിശ്വാസി പോലും ഇല്ല. ഹല്ലേലൂയ. ദെർ ഈസ് നോ ബിലീവർ ഇൻ മൈ ഹോൾ ഫാമിലി. ഐ ആം ദ ഓൺലി വൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാർ, നല്ല 12 അച്ഛന്മാരുണ്ട്. ഒരു മർത്തോമ ഫാമിലിയിൽ നിന്ന് ദൈവം പുറത്തെടുത്തതാണ്. എന്നെ കർത്താവ് തൊട്ടത് മയാമി ബീച്ചിലാണ്. ആമീൻ പറഞ്ഞിട്ട്. അപ്പോൾ യേശു കർത്താവിന് മയാമി ബീച്ചിൽ എക്സസ് ഉണ്ടെന്നാ. അയ്യോ, നിങ്ങൾ സ്പിരിച്വൽ അല്ലേ? സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഞാൻ ആ ലവിൽ നിൽക്കാൻ ആഗ്രഹിക്കുവാണ്. എല്ലാ പാപികളെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നിനും കൊള്ളാത്തവരെ നിത്യതയിലേക്ക് കയറ്റുന്നതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ദൈവസ്നേഹത്തെക്കുറിച്ചൊന്ന് തൊട്ടുവിടാറുണ്ട്. അതുകൊണ്ട് ഒരു പെർഫോമൻസ് അല്ല, ഇവിടെ ഹോളി സ്പിരിറ്റ് ഇറങ്ങി നമ്മുടെ നടുവിൽ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ജസ്റ്റ് തൊട്ടുവിടാം, സമയം കുറവാണ്. ഞാൻ വെക്കുന്ന ഒരു സബ്ജക്റ്റ്, ഇന്ന് നിൽക്കുന്ന ആത്മപകർച്ചയുമായിട്ടൊരു സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആത്മപകർച്ചയെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. വി ബിലീവ് ഇൻ ദാറ്റ്. പകർച്ച എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ പകർച്ചയുടെ ഒരു അടയാളമാണ്. 33 വർഷം ബൈബിൾ വായിക്കാത്ത ഒരാൾ. പള്ളിയിൽ പോയ ഓർമ്മ എൻ്റെ ചെറുപ്രായത്തില്ല. ഞങ്ങളോട് ആരും പറയാറില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടുകാർ തന്നെ പോന്നു ഈസ്റ്ററില്ല. അവർ പള്ളിയിൽ പോകാറില്ല. അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വന്നു. മഹാരാഷ്ട്രയുടെ മണ്ണിൽ വർഷങ്ങൾ താമസിച്ചു. കേരളത്തിൽ ജനിച്ചെങ്കിലും അപ്പനും അമ്മയ്ക്കും തലവേദനയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇതിലേക്കാട്ട് നല്ലൊരു കാളയെ വളർത്തിയാൽ മതിയായിരുന്നു, വിൽക്കുമ്പോൾ ഇച്ചിരി കാശലും കിട്ടിയേനെ. അങ്ങനെ വളർന്ന് വന്ന് എന്തോ ദൈവത്തിൻ്റെ സ്നേഹത്താൽ
ബാംഗ്ലൂര്, പല സ്റ്റേറ്റുകളെ, അതിനുശേഷം കല്യാണം. അത് മാത്രമേ ഉള്ളൂ അമ്മ പറഞ്ഞ് കേട്ടത് ഞാൻ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടി. ഓ, നിങ്ങൾ ആരും ഒന്നും വേണ്ടുന്നില്ല എന്നെ, ഞാൻ തൊട്ട് വരുക. ഇപ്പം അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ എൻകൗണ്ടർ എൻ്റെ ലൈഫിൽ നടന്ന പോലെ നിങ്ങളുടെ മേലും നടക്കണം. അങ്ങനെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് 2007 US വരികയും ഞാൻ ഐ യൂസ് ടു വർക്ക് ഫോർ ലൂയി വിറ്റാൻ. ഐ എം എ ബ്രാൻഡ് ഗായ് ആൻഡ് ഐ എം എ ബ്രാൻഡ് ഗായ്. രാജകീയ പുരോഹിതവർഗം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നിന്നപ്പോൾ മുഴുമദ്യപാനിയായ, ട്രഡീഷണലായിട്ട് ഞങ്ങൾ മദ്യം കഴിക്കുന്നവരാണ്. വി ലവ് ദാറ്റ്, വി ലവ് വിസ്കി. അങ്ങനത്തെ ഒരു മേഖലയിലൊക്കെ നിൽക്കുകയും ആരും പറയാനും വഴക്ക് പറയാനില്ല. ചെറുപ്രായത്തിൽ കർത്താവ് ഡോളർ കാണിച്ചപ്പോൾ ഒബ്വിയസ്ലി ഡോളറിൻ്റെ കൂടെ ഒരു പ്രൈഡും കയറി വരും. അങ്ങനെ ഐ യൂസ് ടു സ്മോക്ക് 5 പാക്കറ്റ്സ് ഓഫ് സിഗരറ്റ് എ ഡേ. ലങ്സ് എനിക്കില്ല, വിത്തൗട്ട് ലങ്സ് ആണ്. അങ്ങനെ ഒത്തിരി ഒരു വല്ലാത്ത ഒരാളായിട്ട് ജീവിച്ച ഒരാളിനെ 2010 കർത്താവിൻ്റെ ആത്മാവ് മയാമി ബീച്ചിൽ തൊട്ടത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എൻ്റെ തലയിൽ ആരും കൈവച്ചിട്ടുണ്ടോ? ആരും കൈവച്ചിട്ടില്ല. ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ഫാമിലിയും പ്രാർത്ഥിച്ചിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം, ഇതിനകത്ത് വന്നവർ, യു ആർ നോട്ട് ഹിയർ ബൈ എനി ആക്സിഡൻറ്റ്, യു ആർ ഹിയർ ബൈ ഗോഡ്സ് പ്ലാൻ, ഗോഡ്സ് പർപ്പസ്. വിശ്വസിക്കുന്നവർ മാത്രം. യെസ്, നിങ്ങൾ ഇവിടെ വന്നതല്ല, ദൈവത്തിൻ്റെ പ്ലാനിൽ നിങ്ങൾ നിൽക്കുന്നവരാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. താങ്ക് യു ലോർഡ്. അപ്പം അങ്ങനെ 2010 എൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ 1 fine day I was fired without, ഇന്നും എനിക്ക് എൻ്റെ റീസൺ അറിയത്തില്ല. സ്റ്റിൽ ഐ ഹാവ് കണക്ഷൻ വിത്ത് മൈ ബോസസ്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ മയാമി എയർപോർട്ടിൽ ഐ വാസ് ബ്രോക്കൺ. ഞാൻ കരഞ്ഞുകൊണ്ട്, കാരണം നാട്ടിൽ വീട് പണി നടക്കുന്നു, 3400 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ ബംഗ്ലാ. അങ്ങനെ ഒരു ആഡംബര ലൈഫായിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ എല്ലാം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഫ്ലൈറ്റിലൊക്കെ ആയപ്പോൾ നമ്മൾ നാട്ടിലിറങ്ങിയപ്പം ഐ എം എ വെരി ബോൾഡ് ക്യാരക്ടർ. ഹല്ലേലൂയ. നമ്മളത് റിക്കവറായി. അങ്ങനെ 2010 എൻ്റെ വീടിനകത്ത് എൻ്റെ കോൺട്രാക്ടർ മുഖാന്തരം ഒരു പ്രവാചകൻ കയറുന്നത്. എനിക്കറിയത്തില്ല ബെന്തിക്കോസുകാരാരാ, എനിക്ക് അനുഭവമില്ല. പ്രവാചകൻ ആരാന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർ സിയോ ജേക്കബ് ഫ്രം ബാംഗ്ലൂർ, അദ്ദേഹമാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കയറുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ദൈവശബ്ദമാണ്, നീ എനിക്കുള്ളവൻ, നിന്റെ സാമ്രാജ്യം തകരും, നീ എനിക്ക് വേണ്ടി വേല ചെയ്യും, നീ രാജ്യങ്ങൾ യാത്ര ചെയ്യും, നിന്റെ ഇടത്തും വലത്തും കറമ്പന്മാരും വെള്ളക്കാരും നിൽക്കും, നീ ഭാഷകൾ ശുശ്രൂഷിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ജനത്തിൻ്റെ മേൽ നീ ആത്മപകർച്ച നടത്തും. ഇങ്ങനെയുള്ള ദൂതുകൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി പറഞ്ഞു. ഞാനൊരു നേവൽ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോബി പാസ്റ്റർമാരെ അടിക്കുന്നതായിരുന്നു. അങ്ങനെ ആ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ഉൾക്കണ്ടില്ല. ഞാൻ പ്രവചനത്തിനെ തുച്ഛീകരിച്ചു. പക്ഷേ ഇന്നെൻ്റെ ലൈഫിൽ അത് നടന്നുകൊണ്ടിരിക്കുക. ഇഫ് ഗോഡ് വിൽ സേ സംതിങ് ടു യു, ഇഫ് യു ബിലീവ് ഇറ്റ്, ഇഫ് യു റിസീവ് ഇറ്റ്, ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതിന് ചില പ്രോസസ്സുകളുണ്ട്. എല്ലാ പ്രോമിസിനും പുറകിൽ ഒരു പ്രോസസ്സുണ്ട്. എന്നോട് ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നത്, ഇതിനകത്ത് പലരും പ്രോസസ്സിലാണ്. പക്ഷേ യു ഹാവ് ടു വെയിറ്റ്. ഒരു പ്രോമിസിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ദൈവശബ്ദം ഞാൻ തുച്ഛീകരിച്ചിട്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ജോലി കിട്ടത്തില്ല. ഞാനൊരു NIM ഒരു MBA പാസ് ഔട്ടുകാരനാണ്. ഞാനൊരു ജമോളജിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നിനക്ക് ലൈഫിൽ ജോലി കിട്ടത്തില്ല, നിന്റെ സാമ്രാജ്യം തകരും, നീ ഒന്നുമില്ലാതാനായി, നീ മല്ലപ്പള്ളി നിന്ന് പ്രദേശിച്ച് ചുറ്റി നടക്കും. പക്ഷെ 2013 എന്നൊരു വർഷം ഉണ്ടെങ്കിൽ ഐ വിൽ വിസിറ്റ് യു. തൊട്ടുവിടാം. 2013 എൻ്റെ സ്നാനം നടന്നത്. നിങ്ങൾ വിചാരിക്കും സ്നാനം നടക്കുമ്പോൾ എല്ലാം ശരിയാവും അല്ലേ? സ്നാനം നടക്കുമ്പോൾ ഒറിജിനൽ പ്രശ്നങ്ങൾ. സ്വന്തം മാതാവും പിതാവും ദീർഘനാളുകൾ എന്നോട് മിണ്ടിയില്ല. ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും തള്ളിക്കളഞ്ഞു. കള്ളു കുടിച്ച് നടന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരെല്ലാം മാറി. നിങ്ങൾ ചോദിക്കും ഇത് എന്നാന്ന് ചോദിച്ചാൽ അത് അങ്ങനെ. കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ.
ഒരു വചനമുണ്ടല്ലോ, അമ്മയും അപ്പനും നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ. ആ ഒരു ഇൻറ്റിമസി 6 വർഷം നീണ്ടു. 6 വർഷം ഒറ്റപ്പെട്ട ജീവിതം, 6 വർഷം ഞുറുക്കപ്പെട്ട തകർക്കപ്പെട്ട ലൈഫ്. എൻ്റെ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു. ഞാൻ ജപ്തിയിലേക്ക് കയറി, പത്രത്തിൽ വന്നു, ടി വി വന്നു, നിന്ദിക്കപ്പെട്ടു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സാണ് കേട്ടോ. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ പ്രോമിസ് ദർ ഇസ് എ പ്രോസസ്. നിന്നെ പണിഞ്ഞെടുക്കുന്ന ഒരു വഴിയുണ്ട്. ഞാനിത് പറയുന്നത് ഇതിനകത്തുള്ളവരോടുള്ള ദൂതുമായിട്ട് കണക്ട് ചെയ്തതാണ്. യോസഫിൻ്റെ ലൈഫിൽ ഭയങ്കര പ്രോമിസാണ് അല്ലേ? അത്രയും പിള്ളേരുണ്ടായിട്ടും ഇവനോടല്ലേ പ്രോമിസ് മുഴുവൻ. അത്രയും തലമുറകൾ ഉണ്ടായിട്ടും അപ്പൻ ഏറ്റവും ബെസ്റ്റ് ഒരു കോട്ട് ഉണ്ടാക്കി കൊടുത്ത അവനല്ലേ അല്ലേ? കളർഫുൾ കോട്ട് അല്ലേ? ദാറ്റ് ഈസ് എ കളർഫുൾ കോട്ട്. പക്ഷെ ആ കോട്ട് ആരാ കീറിയത്? സ്വന്തം സഹോദരന്മാർ. ആരാ അവനെ തെള്ളിയിട്ടത്? സ്വന്തം സഹോദരന്മാർ. സഹോദരന്മാർക്കാരെ സ്തോത്രം ചെയ്യണം കേട്ടോ. അവരുള്ളതുകൊണ്ടാണ് നമ്മൾ. യോസഫിനെ വളർത്തിയത് സഹോദരന്മാരാ. നിങ്ങൾ ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ 13 വർഷത്തെ ജേർണിയായിരുന്നു യോസഫിന് അല്ലേ? ആദ്യം ഒരു നല്ല കളർ കോട്ട് ഉണ്ടാക്കി, അത് അവന്മാരെല്ലാം കീറി പൊട്ടക്കഞ്ചിലിട്ടു. യെസ് ഓർ നോ? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എടുത്തിട്ട് സോൾഡ്, വിറ്റു അല്ലേ? അപ്പോൾ അടുത്ത ഡ്രസ്സ് കീറി, എന്തോ അടിമത്തത്തിൻ്റെ ഡ്രസ്സ്, അതും കീറിയില്ലേ? പോത്തിഫറങ്ങളുടെ വിജിലാൻറ്റി കയറി പിടിച്ചപ്പം പുള്ളി ഡ്രസ്സ് വിട്ടിട്ടല്ലേ ഓടിയത്. പ്രശ്നങ്ങളുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത കോട്ട ഏതാ വീണത്? ജയിലിൻ്റെ. എത്ര വസ്ത്രം മാറി. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മേൽ വന്ന ഡ്രസ്സ് രാജകീയ ഡ്രസ്സായിരുന്നു. 13 വർഷത്തെ പ്രോസസ്സ്. 13 വർഷത്തെ പ്രോസസ്സിനകത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, യോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. നിന്റെ ഇല്ലായ്മയിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ പ്രശ്ന സമയത്ത് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ ഉടയ്ക്കാൻ പറ്റത്തില്ല. നീ ദൂത് പ്രകാരം കയറി വരുമെന്ന് ഇന്ന് പകൽ ദൈവസഭ വിശ്വസിക്കണം. ഹല്ലേലൂയ. But there is a process. 6 വർഷത്തെ പണിശാലയിലൂടെ ദൈവം പോയി. ഈ 6 വർഷത്തിൽ ദൈവാത്മാവ് വചനം കൈമാറി. ഒരു എൻകൗണ്ടറിലൂടെ പുറത്തു വരുന്നത്. ആ സമയത്ത് ഞാൻ ഫോളോ ചെയ്തൊരു ദൈവമനുഷ്യനാണ് പാസ്റ്റർ ടിനി ജോർജ്. ഞാൻ പല സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്. എല്ലാം ടിനി പാസ്റ്റർ എന്നെ കണ്ടിട്ടുണ്ടോ? എല്ലാം മീറ്റിങ്ങിൽ കണ്ട് എൻ്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഈ കർത്താവിൽ സ്നാനപ്പെട്ടെങ്കിലും ശുശ്രൂഷ കാണാൻ ഒരിക്കലും താല്പര്യത്തില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർത്താവ് എന്നെ പാസ്റ്ററാക്കല്ലേ. എനിക്കിവരെ കാണുന്നത് ഇഷ്ടമല്ല. എന്നെയും പലരും കാണുമ്പോൾ അങ്ങനെ. പക്ഷേ 2016 ഞാൻ കർത്താവിൻ്റെ വേലയിൽ സ്റ്റെപ്പ് വെക്കുകയും അതിലേക്ക് തൊടുകയും. പക്ഷേ ഞാൻ പറയുന്നത്, ഇതിനകത്ത് സ്വന്തക്കാരും ബന്ധക്കാരും ഈ ആൾക്കാരിലൂടെ വന്നെല്ലാം തകർച്ചകൾ ഭയങ്കരമായിരുന്നു, വേദനകൾ ഭയങ്കരമായിരുന്നു. ഈ സ്വന്തം സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പെയിൻ ഭയങ്കരമാണ്. ആ സമയത്ത് എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കാണ്, എടാ എൻ്റെ നാമത്തിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 മടക്കി ഞാൻ നിനക്ക് തിരിച്ചു തരും. ഇന്ന് 100 കണക്കിന് അമ്മമാരുണ്ട്, ഇന്ന് 100 കണക്കിന് ജനറേഷനുകൾ സഹോദരിമാരുണ്ട്. ഇന്ന് 100 കണക്കിന് കരുതുവാനും സ്നേഹിക്കാനും ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഇഫ് യു ലോസ് സംതിങ്, എന്തേലും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നോട് ദൈവാത്മാവ് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നിങ്ങളെ മാനിക്കും. ഒരു ദൈവവചനം ഇങ്ങനെ ഉണ്ടല്ലോ, 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവനെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനകത്തൊരു മാന്യതയുണ്ട്, ഇതിനകത്തൊരു നിറവുണ്ട്, ഇതിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. ശത്രു ഏറ്റവും കൂടുതൽ നമ്മളോട് പോരാടുന്നതിന് കാരണം എന്നാന്നറിയാം? അവൻ അറിയാം നീ എവിടെ എത്തുമെന്ന്, അവൻ അറിയാം നീ ആരാന്ന്. ഇങ്ങനെ 2016 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സ്റ്റെപ്പ് വെച്ചു. നിങ്ങൾ നോക്കിയോ, ഈ കൂടെ നിൽക്കുന്ന ഭാര്യ
നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഭാര്യ. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം മാറത്ത് ചാരിക്കിടന്ന ഭാര്യ തോളത്ത് കയറിയിരുന്നു. ഹല്ലേലൂയ. ഓ, നിങ്ങളൊന്നും അങ്ങനല്ലല്ലേ, വെരി സ്പിരിച്വൽ പീപ്പിളാ. ഞാൻ കല്യാണത്തിൽ പ്രസംഗിക്കാറുണ്ട്, ഒരിക്കലും ഭർത്താവിന് ചേരുന്ന ഭാര്യയെ കൊടുക്കത്തില്ല. ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് ദൈവം ചേരുന്ന ഒരു ഭർത്താവിനെയും കൊടുക്കത്തില്ല. അയ്യോ പാസ്റ്ററെ, വചനം അങ്ങനല്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 2:18 ഞാൻ തക്ക കൊടുക്കത്തില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് തക്ക തുണയാവുന്നു. വി ഹാവ് ടു ടെൽ ദ ജനറേഷൻ, വി ഹാവ് ടു ഗൈഡ് ദം. ഞാൻ നോർത്തിൽ ജീവിച്ച ഒരാൾ സൗത്തിൽ ജീവിച്ച ഒരു വൈഫിനെ എനിക്ക് തന്നു. ഒരു ചേർച്ചയുമില്ല. അവൾക്ക് ചോറും മീൻകറിയാണ്, എനിക്ക് ചപ്പാത്തി സബ്ജിയും വേണം. രണ്ടും പണ്ട് തൊട്ടേ തെക്കും മുടക്കുക. എന്നാൽ ഒരു സമയമാകുമ്പോൾ നീ എനിക്കത് തക്ക തുണയായി മാറും. ഇതിനെ എന്നാന്ന് പറയട്ടെ, നീ വഴക്കുണ്ടാക്കിക്കോ, പക്ഷെ വൈകിട്ട് 8 മണിയാകുമ്പോൾ സെറ്റിലാകണം. കാരണം നമ്മുടെ ചില കുറവുകൾ ശരിയാകാൻ വേണ്ടി അങ്ങനെ ഒരു ഭാര്യ ദൈവം തരുന്നത്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ആമീൻ. അപ്പോൾ എൻ്റെ സ്പീഡ് ഞാൻ ഇച്ചിരി കുറച്ചു, അവിടെ ഇച്ചിരി കൂട്ടി. എൻ്റെ സ്വഭാവത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്ന് 20 വർഷമായ കല്യാണത്തിന്. ഇന്നും വേണേൽ പറയാം തക്ക തുണ ആയിട്ടില്ല. ഇച്ചൂടെ കാരണം ഒരു സ്പീഡല്ല, 2 പേരുടെ 2 ആശയങ്ങൾ നിൽക്കുമ്പോഴാണ് വീടിനകത്ത് ബ്ലെസ്സിങ് വരാത്തത്. എന്നാൽ 2 പേര് ഒരു ആശയത്തിൽ നിന്നാൽ അതിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നിന്റെ വീടിനെ നീ സെറ്റാക്കണം. നിന്റെ വീടിനകത്ത് നീ ബ്ലെസ്സിങ്ങിനെ വിളിച്ചു വരുത്തണം. നിന്റെ വീടിനകത്ത് സമാധാനം, സ്വസ്ഥതയും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇതൊക്കെ വരുന്നതിന്റെ കാരണം ഇതിലൊക്കെ കർത്താവ് ട്രെയിൻ ചെയ്ത വർഷങ്ങൾ ട്രെയിൻ ചെയ്തു. മാറത്ത് ചേർന്നിരിക്കുന്ന ഭാര്യ തോളത്ത് കയറിയിരുന്നു 6 വർഷം. അയ്യോ ഭാഷ, ഇത് അമേരിക്ക, കാനഡ. ഞങ്ങളാണ് കളയല്ലേ. നിന്റെ മേലുള്ള വലിയ പ്രോമീസ് ആയതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ. 2018 വൈഫും സ്നാനപ്പെട്ടു. അന്ന് മുതൽ തുടങ്ങിയ യാത്രയാണ്. ഇന്നും ശമനമില്ലാതെ കർത്താവ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന, അടുത്ത ജനറേഷനെ നമുക്ക് വാർത്തെടുക്കണം. അവരോട് കാര്യം പറയണം. എടാ, നിനക്ക് ഫൈറ്റ് ഉണ്ടോ? നിന്റെ വിളി ഭയങ്കരമാണ്. നിന്റെ എതിരെ മോക്കിംഗ് ഉണ്ടോ? നിന്റെ വിളി വലുതാ. വചനം പറയുന്നു, എൻ്റെ ജനം പരിജ്ഞാനമില്ലാതെ നശിച്ചു പോകുന്നു. മൈ പീപ്പിൾ പെരിഷ് ബിക്കോസ് ലാക്ക് ഓഫ് നോളജ്. അപ്പോൾ പരിജ്ഞാനത്തോട് ഈ ദിവസങ്ങൾ നമ്മൾ നിൽക്കണം. ഒരു ആത്മപകർച്ച നമ്മുടെ മേൽ നടക്കും. നിനക്കൊന്നും അറിയത്തില്ലല്ലോ. അറിയാത്തവരെ ദൈവത്തിന് വേണ്ടിയത്. ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമെത്തുള്ള ഒരാളിനെ ദൈവം ഇമ്പാർട്ടേഷൻ കൊണ്ട് നിറച്ചു. ദൈവത്തിൻ്റെ ഒരു കൈമാറ്റം നടന്നു. അതിനകത്ത് അഭിഷക്തന്മാരിലൂടെ കൈമാറ്റം വരും. നേരിട്ട് ദൈവം നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്യും. ദൈവവചനം പറയുന്നു, ഒരു പകർച്ചയുടെ സീസണിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കൊതിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നതാണ് ഒരു പകർച്ച. പ്രവാചക ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊതിക്കുവാണ്, ദൈവം നിനക്ക് കൈമാറാൻ തയ്യാറാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിസയർ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി വേണ്ട. ഞാൻ പഠിച്ചത് വേറൊന്നാണ്, പക്ഷെ ഞാൻ നിൽക്കുന്ന മേഖല വേറൊന്നാണ്. പക്ഷെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഇന്നും അതുപോലെ തന്നെ ഉണ്ട്. ഇന്നും എൻ്റെ ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റാം. ഒറ്റ രാത്രിയും കൊണ്ട് അഹരോന്റെ പടി തളർത്ത് പൂത്ത് ഫലം കായ്ച്ചെങ്കിൽ ഇന്നും ഒറ്റ രാത്രിയും കൊണ്ട് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആ പകർച്ചയുടെ ഭാഗത്തിലേക്ക് കയറുവാണ്. ഞാൻ ഇത് ആദ്യം എടുത്ത് ദുബൈയിലെ നമ്മുടെ ചർച്ചിലായിരുന്നു. 2-2.5 വർഷം മുമ്പെയാണ്. അതിനകത്തൊരു അൺയൂഷ്വൽ മിറാക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുശ്രൂഷ ഞാൻ അവിടെ തുടങ്ങിയത്. അങ്ങനെ അതിനകത്തൊരു വലിയ പകർച്ച ഉണ്ടായി. അന്ന് ദൈവാത്മാവ് പറഞ്ഞ മേഖലകളാണ്. സഭയ്ക്ക് വളർച്ച വരുമ്പം സഭയ്ക്ക് ആദ്യം തളർച്ച ഉണ്ടാവും. സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്. പ്രോസിക്യൂഷൻ നടക്കുമ്പോഴാണ് സഭ വളരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എടുക്കണ്ട. നമ്മളതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്, ആദ്യം ഒരു അപ്പോസ്തലനെ കൊന്നു, രണ്ടാമത്തേനെ കൊല്ലാൻ പ്ലാൻ ഇട്ടു. അതിനുശേഷമാണ് ഒരു കൂട്ടം സഹോദരിമാരവിടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി.
ഒരു കൂട്ടം. അതിനകത്താണ് അവിടെ വലിയ അത്ഭുത മാറ്റങ്ങൾ നടന്നത്. സത്യം പറഞ്ഞാൽ ആ അധ്യായമാണ് സഭയ്ക്ക് തിരിവ് നടന്നത്. അവസാനം ദൈവം ഹെരോദാവിനെ അടിക്കുന്നു. ദൈവവചനം പരക്കുന്നു. അങ്ങനെയാണ് ഈ സീസൺ അങ്ങനെ ഒരു സംഭവം. ഈ ദൈവ എൽഷദായിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്ന് മുതൽ നമ്മുടെ എല്ലാ ചർച്ചിലും ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കാറുണ്ട്. ഒരു ഭയങ്കര പകർച്ചയുടെ സീസണും ഉയർച്ചയുടെ സീസണുമാണ്. അതിനകത്ത് ദൈവം ചിലരെ സഭയ്ക്കകത്തുനിന്ന് കളയും, ചിലരെ ദൈവം കൊണ്ടുവരും. ഈ ചിലർ പോകുന്നതിൻ്റെ കാരണം എന്നാന്ന് പറയട്ടെ, അവർ പോയാലേ സഭ വളരത്തുള്ളൂ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ കാര്യം എന്നാ, എപ്പോഴും നിൽക്കണം കടൽ വലിയുമ്പം നമ്മളെല്ലാം കയറി ഫോട്ടോ എടുത്തിട്ട് കടൽ പോയി സൂക്ഷിക്കണം. കടൽ വലിയുമ്പോഴാണ് സുനാമി അടിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സഭയുടെ മേഖലയിൽ നിൽക്കുന്ന ഒരു വലിയ വലിച്ചിലും, ഈ ദിവസം സഭയുടെ വിരോധമായി സംസാരിക്കുന്ന ചില അലിഗേഷനും ഇത് പോസിറ്റീവായിട്ട് എടുത്തു. ഒരു ഭയങ്കര ഉയർച്ച ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പോവുകയാണ്. ഭയങ്കര വളർച്ച നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നത് മാത്രം. അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇത് വിശ്വസിക്കണം. മെസ്സേജ് ഇവർ പറഞ്ഞിട്ട് നല്ല മെസ്സേജാന്ന് കേട്ടിട്ട് കേൾക്കാൻ വന്നവനല്ല. എന്തോ ഇവിടെ നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ US ട്രിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ പ്രോമിസിൻ്റെ ഭാഗമാണ്. പല പ്രവാചകന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ കരഞ്ഞ മണ്ണിൽ നിന്നെ വീണ്ടും ഞാൻ വിടും. നീ അവിടെ കാലുകുത്തും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. അന്ന് ജോലി നഷ്ടപ്പെട്ട് ഇറങ്ങിയതാണ്. 13 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ പ്രാവശ്യം US ഇറങ്ങുന്നത്. ഏത് മണ്ണിൽ പോയോ അതേ മണ്ണിൽ ദൈവം എന്നെ ഇറക്കി. ഫ്ലോറിഡയിൽ നിന്ന് പോയി ഫ്ലോറിഡയിൽ തന്നെ. പക്ഷെ നമ്മുടെ ചർച്ച് ന്യൂയോർക്കിലല്ലേ, ഡാലസിൽ. പക്ഷേ ഫ്ലോറിഡയിൽ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഫ്ലോറിഡയിൽ. 3-ാം മാസം എന്നോട് ദൈവം പറഞ്ഞതാണ്, 3-ാം മാസം നീ സന്തോഷിക്കും. 3-ാം മാസം അവിടെ ഞാൻ റിജോയ്സ് ചെയ്തു. ആ മണ്ണിനകത്ത് സ്നാനങ്ങൾ നടന്നു. ഹല്ലേലൂയ. മലയാളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പണ്ട് പറഞ്ഞതാണ്, വെള്ളക്കാരും കറമ്പന്മാരും ആയിരിക്കും നിന്റെ ലെഫ്റ്റ് സൈഡ്. അതുകൊണ്ട് ഫസ്റ്റ് സ്നാനം, ഏത് സ്ഥലത്ത് കള്ള് കുടിച്ചോ, ഏത് സ്ഥലത്ത് തകർന്നോ, അവിടെ വന്ന് ഫസ്റ്റ് സ്നാനം അമേരിക്കൻ്റെ ആയിരുന്നു. അടുത്ത സ്നാനം ഒരു ക്യൂബൻ്റെ ആയിരുന്നു. അങ്ങനെ ദൈവം ആ വാഗ്ദത്തത്തെ ഉറപ്പിച്ചു. അപ്പൊ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. യു ഹാവ് ടു വെയിറ്റ് ഫോർ എ വൈൽ. ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പ്രോമിസാണ്. വിശ്വസിക്കുന്നവർ മാത്രം. നിങ്ങളെല്ലാം പ്രവചന ശബ്ദങ്ങൾ കേട്ടവരാണ്. നിങ്ങളെല്ലാം വാഗ്ദത്തങ്ങൾ ലഭിച്ചവരാണ്. ഇന്ന് പകൽ കർത്താവ് ഉറപ്പിക്കുവാണ്. ഹല്ലേലൂയ. അത് നടക്കാൻ പോകുകയാണ്. രാജ്യത്തിന്റെ നിയമം വിരോധമായാലും, നിന്റെ വിരോധമായി ചിലർ എണ്ണിച്ചാലും, ദൈവം പറഞ്ഞ വാക്കിന് മാറ്റം വരുത്തില്ല. നിങ്ങൾ പറയും പാസ്റ്ററെ ഈസി ആയിരുന്നോ? അല്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. വിരോധമായി ഒത്തിരി പേര് എണ്ണിച്ചു. പലരും പലയിടത്തും പലതും വിളിച്ചു പറഞ്ഞു. നല്ല രാമൻ പറഞ്ഞാട്ട്. സഹോദരന്മാർക്കായി സ്തോത്രം. അഭിഷേകമുണ്ട്, നിന്റെ വിരോധമായി ജനം സംസാരിക്കും. പക്ഷെ ആ സമയത്ത് നിന്നെ വട്ടം പിടിക്കാൻ ആളുമുണ്ട്. അങ്ങനെ ഒരു ദൈവമനുഷ്യനാണ് പാസ്റ്റർ TG ജോർജ്. അദ്ദേഹം എന്നെ വട്ടം കയറി പിടിച്ചു. US എനിക്ക് തോന്നുന്നു 21 മീറ്റിങ്ങുകളും നമ്മുടെ ജീസസ് അലവിൽ ഞാൻ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2.25 മാസം ഞാൻ പാർത്തു. അവിടെ നിന്നാണ് യാത്രകളെല്ലാം ചെയ്തതും. അതിനുശേഷം അവിടെ നിന്നാണ് ഞാൻ കാനഡ വിസ ലഭിക്കുന്നതും. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത് പ്ലാൻഡ് അല്ലായിരുന്നു. ബട്ട് ദെർ ഇസ് സംതിങ് മൈറ്റി തിങ്സ് ഗോയിങ് അറൗണ്ട് us. നമ്മൾ കാണാത്ത എന്തോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ ദിവസം നിങ്ങൾ വിശുദ്ധത്തോട് ഓപ്പറേറ്റ് ചെയ്തു. നിനക്ക് മുകളിൽ ചിലത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുവാണ്. നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് വിസ ആവശ്യമുള്ളവരുണ്ട്, PR ആവശ്യമുള്ളവരുണ്ട്, പല വിഷയങ്ങളുമായിട്ട് നിൽക്കുന്നതിനകത്തവരുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഇമ്പാർട്ടേഷനകത്ത്, ആത്മപകർച്ചയ്ക്കകത്ത് എല്ലാം പാക്കേജായിട്ടാണ് വരുന്നത്. സഭയ്ക്ക് ലാൻഡ് മേടിക്കണം, ചർച്ച് പണിയണം, പൈസ വേണം.
ആത്മപകർച്ചയ്ക്ക് അതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആത്മപകർച്ചയിലേക്ക് കയറുക. എത്ര പേര് പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു ഇതിനകത്തൊരു ഫ്രീഡം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കയറി ചാടി കയറി പിടിക്കും. നിങ്ങളുടെ മേൽ അത് നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിൽക്കുന്ന ശുശ്രൂഷകന്റെ കഴിവല്ല, ഇരിക്കുന്ന ജനത്തിന്റെ കഴിവാണ്. എപ്പോഴും നിങ്ങളത് മനസ്സിലാക്കണം. നിൽക്കുന്നവന്റെ കാര്യത്തിലല്ല, നിങ്ങളുടെ റിസീവിങ് പവറിലാണ് ദൈവം കാര്യം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഒരു വചനമുണ്ട്, 1 തെസ്സലോനിക്കർ 2:13. ഒന്നെടുക്കാമോ? 1 തെസ്സലോനിക്കർ 2:13. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു മതി. വിശ്വസിക്കുന്ന നിങ്ങളത് ഈ സംഭവം ഞാൻ എൻ്റെ റെവലേഷനിൽ പറയാം. ഒരു തെസ്സലോനിക്ക പട്ടണത്തിൽ ഒരു ഭയങ്കര മീറ്റിംഗ് നടക്കുക, ഒരു ക്രൂസേഡ് നടക്കുക. അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററിൻ്റെ പേരാണ് പാസ്റ്റർ പൗലോസ്. ആമേൻ. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അസാധ്യ ശുശ്രൂഷ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ഇപ്പം ബൈബിൾ എടുക്കല്ലേ. ഒരാൾ ബൈബിൾ വായിച്ചാൽ മതി, ബാക്കി ക്ലോസ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാളുടെ അസാധാരണ ദൈവപ്രവൃത്തി അവിടെ ശുശ്രൂഷകൾ നടക്കുക. ആരാ? പാസ്റ്റർ പൗലോസ്. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം പുള്ളിയെ തടഞ്ഞു നിർത്തി ചോദിച്ചൊരു ഭാഗമാണ്, എന്നാ കഴിവാ പാസ്റ്ററെ? അപ്പോൾ പൗലോസ് പറഞ്ഞ ഭാഗം, ഇത് എൻ്റെ കഴിവല്ല, നിങ്ങളുടെ കൃപയാണ്. അവിടെ ഭജനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടുത്തെ ശുശ്രൂഷയിൽ മുടന്തന്മാർ ഓടുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അസാധാരണ പ്രവൃത്തി നടക്കുക. ഇപ്പൊ പൗലോസിനോട് അവിടെ ജനങ്ങൾ ചോദിച്ചപ്പോൾ പറയുക, ഞാൻ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ ദൈവം പറഞ്ഞ പോലെ കേട്ടു. 1, 2 അത് നിങ്ങൾ വിശ്വസിച്ചു, 3 അത് നിങ്ങൾ സ്വീകരിച്ചു. ഈ 3 കാര്യം നിങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പ്രസംഗിച്ച വചനം നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. കമോൺ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. വാവ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പവറിലാണ് കാര്യം നടക്കുന്നത്. അനീഷിന് കഴിവൊന്നുമില്ല. അല്ല, ഒരു വിളിക്കകത്ത് കയറി നിൽക്കുന്നതേ ഉള്ളൂ, ആത്മഭാരം ചുമന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഐ ആം ഹിയർ ക്രൈങ് ഫോർ ജനറേഷൻ. എന്നെ തൊട്ട ദൈവം നിങ്ങളെ തൊടും. എന്നെ പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റിയ ദൈവം മറ്റ് ജനത്തെയും പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റും. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. കാരണം പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ചിലരൊക്കെ എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്. 5 ഭർത്താവുള്ള ഒരു ശമര്യക്കാരിയെ സ്ത്രീ ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് പാസ്റ്ററാക്കി. ഞാൻ നിൽക്കുന്ന കമ്മ്യൂണിറ്റി, ഞാൻ അവിടെ എല്ലാം ടാറ്റു ഒക്കെ ഉണ്ട്. ഗോഡ് ഡസൻ ലുക്ക് യുവർ ഔട്ടർ ബോഡി, ഗോഡ് ലുക്ക് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തെ എൻ്റെ ദൈവം നോക്കുന്നത്, നിന്റെ ഔട്ടർ ബോഡി അല്ല, നിന്റെ ഡ്രസ്സിന്റെ കളർ അല്ല. ബൈബിളിന്റെ ആകെ തുക മീനിങ് റിസ്റ്റോറേഷനാ, വീണ്ടെടുപ്പാ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ടൊറോണ്ടോയിലൊക്കെ, ലണ്ടൻ, എൻ്റെ പഴയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കള്ളുകുടി കമ്പനി, ചില നാളുകളൊക്കെ അവർക്ക് എന്നോട് ഇടർച്ചയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ ടൊറോണ്ടോ എയർപോർട്ടിൽ വന്ന ഒരു സ്റ്റാറ്റസ് കയറി പിടിച്ചു, എന്നെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവർ പുറകെ ഇരുന്ന് അടിക്കും, ഞാൻ വണ്ടി ഓടിക്കും. യോ എന്നാ പാസ്റ്റർ അല്ലേ, ഇത് ലൈവാ, സൂക്ഷിക്കണം, പേടിക്കാതൊന്നുമില്ല. അങ്ങനെ വലിയ കാത്തോലിക്സും വലിയ. അപ്പൊ എനിക്ക് ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ല. ഐ ലവ് ഓൾ പീപ്പിൾ. നിന്റെ കോളിങ് ജാതികളുടെ മേലാണെങ്കിൽ നീ എല്ലാവരും സ്നേഹിക്കണം. ഞാൻ വാഹനങ്ങളൊക്കെ ഓടിച്ച് മണിക്കൂറുകൾ ഇവരോടൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ നിൽക്കുന്ന ദേ ആർ ഓൾ ബിഗ് ബിസിനസ്. എനിക്കൊന്ന് ലണ്ടനിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ കൂടെ നടന്നത്. ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴും പക്ഷെ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, കർത്താവ് ഇവരെ ഒന്ന് തൊടണം. അപ്പോൾ അവർക്ക് യേശുവുമായിട്ട് ബന്ധമില്ലയോ? ഉണ്ട്. കാത്തലിക് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ ലക്ഷക്കണക്കിന് ജനത്തെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും ദൈവമുണ്ട് അല്ലേ?
അങ്ങനെ വിശ്വസിക്കണം. നമ്മൾ പറയാൻ നമുക്ക് മാത്രമല്ല ഉള്ളെന്ന്. സോറി, അവർക്കും ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചു, അവരെ ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല, കാരണം ഇങ്ങനും പാസ്റ്റർമാരുണ്ടോ? പൗലോസ് പറഞ്ഞു, ചിലതിനെ നേടണമെങ്കിൽ അവരെ പോലെ നമ്മളുമായി മാറണം, അവരുടെ നടുവിലും നമ്മൾ ചലിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് കോവിഡ് മാത്രമല്ല പകരുന്നത്, പരിശുദ്ധാത്മാവും പകരും. കോവിഡ് മാത്രമല്ല, പരിശുദ്ധാത്മാവും പകരും. ആദ്യത്തെ ദിവസം കഴിഞ്ഞ ആഴ്ച പോയി 2-3 ദിവസം നിന്നു. പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അവസരമില്ല, പറയത്തില്ല. പക്ഷെ എൻ്റെ അകത്തെ ആഗ്രഹം എന്തോ കർത്താവ് ചെയ്യും. കാരണം എവിടെ ചെന്നാലും നീ ആരെയും മുക്കും, നിന്റെ കോളിങ് അതല്ലേ. വീണ്ടും മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി നൈഗ്രയിൽ പോയി. അവിടെ ചിലർ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്തു. അപ്പം അവരുടെ സ്നേഹം എന്തോ പഴയ സുഹൃത്ത്. പക്ഷെ ഇവന് ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഇവൻ ഇതിപ്പോൾ ഇതെല്ലാം നിർത്തി. ഇപ്പം ഇവൻ വീഞ്ഞേ കുടിക്കത്തുള്ളൂ. ഓരോ കാര്യങ്ങളെ കമൻറ്റുകൾ ഇതെല്ലാം ഞാൻ കേട്ടു, ചിരിച്ചു. അവരോട് വിശേഷങ്ങൾ ചോദിച്ചു, അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടു. അവരെ എല്ലാം ഒന്ന് ചെയ്ത ഒറ്റ പരിപാടിയുള്ളൂ പാസ്റ്റർ, എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്തോ പകർച്ച നടക്കുമെന്ന്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലണ്ടനിൽ സ്നാനം നടക്കുമെന്ന്. അവര് ചോദിച്ചു, എന്താ വ്യത്യാസം, എന്താ മാറ്റം നടന്ന്? ഞാൻ പറഞ്ഞു, ഒരു പകർച്ച, എൻകൗണ്ടർ നടന്ന. വിളി ഇങ്ങനെ ആയിപ്പോയി. ഞാനും ബിസിനസ്സുകാരനായിരുന്നു, ഞാനും ജോലിക്കാരനായിരുന്നു, നിങ്ങൾക്കെല്ലാം എന്നെ അറിയാമല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, എന്നാ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം നിങ്ങളുടെ മേലും വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യേശുമായിട്ട് ബന്ധമുണ്ടോ? നിങ്ങൾ മോഹൻലാലുമായിട്ട് ബന്ധമുണ്ടോ? നമുക്കെല്ലാം മോഹൻലാലിനെ അറിയാമല്ലോ അല്ലേ? പക്ഷെ മോഹൻലാലിൻ്റെ നമ്പർ കയ്യിലുണ്ടോ? ഉണ്ടോ? മോഹൻലാലിന് നിങ്ങളെ അറിയാമോ? ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ. പക്ഷെ ഞാൻ പറഞ്ഞ ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. That's the reason I am here. ഞാൻ ചുമ്മാ വന്നതല്ല, എന്തോ ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ വിശ്വസിക്കുന്ന 3 ദിവസത്തിനകത്ത് എന്തൊക്കെയോ ടച്ച് നടന്നു. അപ്പൊ അവർ പറയാ, ബന്ധം ഒന്നും തെളിയിക്കാമോ? ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്ത് ഒരു ദൂത് അങ്ങോട്ട് പറയുക. 2 പേരും അങ്ങോട്ട്. ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? ആദ്യം എന്നെ അനീഷ് എന്ന് വിളിച്ചു, പിന്നെ എന്നെ ബ്രദറെന്ന് വിളിച്ചു, ഇന്നലെ മുതൽ പാസ്റ്റർ എന്ന് വിളിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇതെങ്ങനെ അറിയാം? ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യം. ഞാൻ പറഞ്ഞു, ഇതാ ബന്ധം. മക്കളായി മാറുമ്പോൾ അപ്പൻ സംസാരിക്കുമെന്ന്. Hallelujah. God doesn't work on your emotions. God work on His principles. സ്നാനം പ്രിൻസിപ്പൽ ആണ്. വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. അവർക്ക് ഭയങ്കര ടച്ചിങ് ആയത്. അപ്പൊ ബന്ധം എങ്ങനെ? ഞാൻ പറഞ്ഞ ബന്ധം, കർത്താവായി യേശു സ്നാനപ്പെട്ടില്ലേ? എന്തിനാണെന്നറിയോ? നിങ്ങൾ സ്നാനപ്പെടാൻ വേണ്ടി. പുള്ളി ഒരു മാതൃകയായെന്നേ ഉള്ളൂ, അല്ലെ പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബൈബിളുമായിട്ട് ബന്ധമില്ല. കാരണം നിങ്ങൾ സഭ മതം പോലെ ആയതുകൊണ്ട്, പക്ഷെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബൈബിളിലാണ്, വേർഡിലാണ് ഞങ്ങളുടെ കളി മുഴുവൻ. ഹല്ലേലൂയ. അപ്പോൾ ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വേർഡ് നിങ്ങൾ വായിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ലാൻഡിലെ കുരുക്കഴിയും. ഞങ്ങളുടെ ലാൻഡിൽ കുരുക്കഴിയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, വലിയ കുരുക്കൊന്നുമല്ല, ഒരു 6 മില്യൻ്റെ കുരുക്കോൾ. അയ്യോ, അതെങ്ങനെ അറിയാം? നമ്മൾ ഡാഡി പറഞ്ഞു, അതെങ്ങനെ അഴിക്കും? ഇത്തിരി ഉപ്പിട്ട് പ്രാർത്ഥിക്കാം. മുഴുവൻ ലണ്ടനിൽ ഉപ്പുമായിട്ട് നടക്കുമായിരുന്നു. അല്ലേ രാമീൻ പറഞ്ഞാട്ട്? പ്രാർത്ഥിക്കും. ലണ്ടനിലൊക്കെ കർത്താവ് സ്ഥലം തരുമെന്ന്, ലണ്ടനിലൊക്കെ സഭകൾ പണിയുമെന്ന്, ടൊറാൻഡോയിൽ സഭ പണിയുമെന്ന് വിശ്വസിക്ക്. There is nothing impossible. എന്റെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. നീ വാ തുറന്ന് ചോദിക്ക്, നിന്റെ വായ നിറയ്ക്കാൻ എന്റെ ദൈവം റെഡിയാണ്. നമ്മളെല്ലാം അങ്ങ് ലിമിറ്റായി അല്ലേ? ഇതൊക്കെ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു ഒഴുക്കുണ്ട് പാസ്, അതൊക്കെ ഇങ്ങനെ കാട് കയറി പോകുന്നത്.
ഹല്ലേലൂയ. ഓർഡറായിട്ടാണ് നമ്മളെ ശുശ്രൂഷന്മാരെല്ലാം പ്രസംഗിക്കുന്നത് അല്ലേ? വി ഹാവ് എ ഓർഡർ. ഇങ്ങനെ ടേക്ക് ഓഫ് ഉണ്ട്, പിന്നെ മിഡ് എയർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലാൻഡിങ് ഉണ്ട്. ഇത് ഇവിടെ അങ്ങനൊന്നുമല്ല. അവസാനം ലാൻഡിങ് പരിശുദ്ധാത്മാവ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ നിന്റെ നാവിൻ്റെ മേൽ ജീവന്റെ മരണത്തിന് അധികാരമാണ്. നീ പറ, എൻ്റെ കർത്താവ് കാര്യം ചെയ്യും. നീ വാ തുറക്ക, എൻ്റെ ദൈവം കാര്യം ചെയ്യും. പരിശുദ്ധാത്മാവുള്ളവൻ വാ തുറക്ക, രാജ്യത്തോട് കൽപ്പിക്ക. നിന്റെ പ്രാർത്ഥന യാചനയല്ല, നിന്റെ പ്രാർത്ഥന പ്രഖ്യാപനമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി അവിടെ ടച്ചിങ് നടന്നു. ഇവരാരും നമ്മളെ വീട്ടിൽ കയറ്റത്തില്ല. പതുക്കെ അവരുടെ ഫാക്ടറികളും കയറി, അവരുടെ വീടുകളും കയറി. ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ ചുമ്മാ ഇരുന്നാൽ മതിയെന്ന്. തലമുറകളെല്ലാം കൂടെ വന്ന് റൗണ്ടിലിരുന്നു. അവരോട് എന്നെ ടെസ്റ്റ് മണി തൊട്ടുവിട്ടു. മയാമി ബീച്ചിൽ കിടന്നവനായിരുന്നു. എല്ലാ വീക്കെൻഡ്സും ഞങ്ങൾ മയാമി ബീച്ച് അറിയാവുന്ന എത്ര പേരുണ്ട്? അയ്യോ, അത് സാധാരണ ബീച്ചല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബീച്ചല്ല. അതൊരു ഭയങ്കര ബീച്ചാ. അവിടെ കിടന്ന പുള്ളിയെ കർത്താവ്. A sinner become God's mouthpiece. പറയാറുണ്ട്, ഈ പലരും പഠനത്തിൽ നമ്പർ 1 ആണ്. പല പല താലന്തുകൾ ദൈവം കൊടുത്തു. ഞാൻ ഭാവത്തിൽ നമ്പർ 1 ആയിരുന്നു. ആ പുള്ളിയെ കർത്താവ് ഇവിടെ നിർത്തിയെങ്കിൽ ഇതൊരു അൺകണ്ടീഷണൽ ലവ്. എത്ര പേര് നിങ്ങളോട് സ്നേഹം ദൈവത്തിനുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതിന് കാരണം ഇതൊരു ഹോളി സ്പിരിറ്റ് ടച്ചാ. ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തൊടുക. ആ സ്നേഹം നിങ്ങളെ ഇന്ന് ചേർത്ത് പിടിക്കും. ആ സ്നേഹം ഇന്ന് തെളിയിക്കും. ഞാൻ നിനക്ക് വേണ്ടി ഈ രാജ്യത്ത് ഒരുക്കിയ, ഞാൻ നിന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് വെറുതെയല്ല, എന്തോ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഈ മഞ്ഞ് പൊഴിഞ്ഞ രാജ്യത്തിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നത് ആയിരങ്ങളെ നേടാൻ വേണ്ടിയാണ്. ഈ രാജ്യത്തെ വിടുവിക്കാൻ വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ അധികാരിയായി നിന്നെ നിർത്താൻ വേണ്ടിയാണ്. ചിന്തിക്കണം. ബിയോണ്ട് ദ ലിമിറ്റേഷൻ നമ്മുടെ ചിന്തകൾ മാറണം. ഈ കാലത്ത് ഞാൻ പറയാറുണ്ട്, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ ഇൻബോക്സിൽ നിന്ന് പുറത്തു പോവാ. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്ത്. ലക്ഷക്കണക്കിന് ജനത്തെ കർത്താവ് തൊടാൻ പോവാ. നിനക്ക് മാറ്റം വന്നാലേ അവർക്ക് മാറ്റം വരുത്തും. ആയിരക്കണക്കിന് തലമുറയുമായിട്ട് കർത്താവ് കണക്ട് ചെയ്തു. അവർക്ക് ഒത്തിരി രഹസ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നുണ്ട്, നമ്മൾ തുറന്ന പുസ്തകമാണ്. ഞാൻ ഏതൊക്കെ ചർച്ചിൽ പോകുന്നു, നമ്മുടെ ന്യൂയോർക്ക് ചർച്ചിലൊക്കെ എൻ്റെ എല്ലാ പിള്ളേർക്കും എൻ്റെ ഇതിൻ്റെ കോഡ് നമ്പർ അറിയാം. അവരെൻ്റെ മൊബൈലും ഒന്ന് തുറക്കും, ഞാൻ അവരുടെ മൊബൈലും തുറക്കും. ഓപ്പൺ ആയിരിക്കണം, തുറന്ന പുസ്തകമാകണം. ഇതൊരു ഹാർട്ട് ടു ഹാർട്ട് ടച്ചിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുക. നിനക്ക് മറയ്ക്കാൻ ഒന്നും കാണല്ലേ. നിന്നെ തൊട്ട ദൈവത്തെ നീ പ്രദർശിപ്പിക്കണം. ഞാൻ യുവക്കിലും പല സഭകളിലും പറയാറുണ്ട്, നമുക്ക് മീഡിയ മിനിസ്ട്രി വേണം. വി ഹാവ് ടു കം അപ്പ് ഇൻ ദ മീഡിയ മിനിസ്ട്രി. ഫേസ്ബുക്ക് പേജ് വേണം, ഇൻസ്റ്റാഗ്രാം വേണം. അത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നതാണ്, നിങ്ങളുടെ മേൽ ദൈവം വിട്ടിരിക്കുന്ന അഭിഷേകം നിങ്ങളത് ഹൈഡ് ചെയ്യണം. നിങ്ങൾ പാപം ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവരുടെ മേൽ ദൈവം ഒരു അഭിഷേകം വിട്ടിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയി മാറണം. അത് മറ്റുള്ളവരെ പുറത്തെടുക്കണം. നമ്മൾ നമ്മുടെ അഭിഷേകത്തിന് ഹൈഡ് ചെയ്യല്. കാരണം വചനമുണ്ട്, ബദ്ധന്മാരെ വിടുവിപ്പാനും കുരുടന്മാരെ സൗഖ്യമാക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാനും ഞാൻ നിന്നെ. നീ ദേശത്തുണ്ടെന്ന് ജനം അറിയണ്ടേ? പാസ്റ്റർ ഡിജു ഇവിടെ ഉണ്ടെന്ന് ജനം അറിയണം. എങ്ങനെ അറിയും? ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിമർശനക്കാരാ, പക്ഷെ നമ്മളത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ചർച്ചിൻ്റെ പേജ് ഉണ്ടല്ലോ, അതെല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യണം. ചർച്ചിൻ്റെ മെസ്സേജുകൾ, ചർച്ചിൻ്റെ റീൽസ്, നിങ്ങളെല്ലാം, ഞാനിത് പലയിടത്തും പറയാനുണ്ട്, നിങ്ങളെല്ലാം യൂട്യൂബിൻ്റെ 1 മിനിറ്റ് വീഡിയോ, വിശ്വാസികൾ, ഞാൻ ഒത്തിരി പേരുടെ വീഡിയോ US പിള്ളേരുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടും അങ്ങനെ ഒത്തിരി സമയങ്ങൾ മെനക്കെടും. ഐ ഇൻവെസ്റ്റ് മൈ ടൈം ഓൺ ദ ജനറേഷൻ. ഓരോരോ മിനിറ്റിൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇടണം. എല്ലാവരും ഇതിൻ്റെ മുന്നേ ഇരിക്കുക. ഹല്ലേലൂയ. ഒരു പക്ഷേ ആ ഒറ്റ വീഡിയോ ആയിരിക്കും ഒരുത്തൻ്റെ ലൈഫിൽ വരുന്ന മാറ്റം.
ആ ഒരൊറ്റ വചനമായിരിക്കും അവനെ തൊടുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിക്കാമോ? ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് ചിന്തിക്കാമോ? നിന്നെ തൊട്ട ദൈവം മറ്റുള്ളവരെ തൊടണമെന്ന് ചിന്തിക്കാമോ? ഒരു കുടുംബത്തിൽ നിന്ന് നിന്നെ മാത്രം വിളിച്ചെങ്കിൽ മറ്റുള്ളവരെ ദൈവം തൊടാൻ വേണ്ടി ഈ ദിവസങ്ങൾ നീ ഒന്ന് ആഗ്രഹിക്കാമോ? കമോൺ, നിനക്ക് കിട്ടിയ സ്നേഹം മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാമോ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ ഈ ദിവസങ്ങൾ മറയാൻ പോവാ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ബിജു പാസ്റ്റർ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നത്, ഈ ദേശത്തിന്റെ മേൽ നിങ്ങളെ കർത്താവ് ഫ്രൂട്ട്ഫുൾ ആക്കാൻ പോവാ. നിങ്ങൾക്ക് രണ്ടാമത്തെ തലമുറ, എത്ര തലമുറയുണ്ട്? രണ്ടാമത്തെ തലമുറയ്ക്ക് എത്ര പ്രായമുണ്ട്? ഓക്കെ, ഉൽപ്പത്തി പുസ്തകം ഒന്നെടുത്താട്ടെ, 41:52 ഒന്നെടുത്താട്ടെ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 41 വേഴ്സസ് 52. ഞാൻ വചനത്തിലൂടെ പ്രവചനം കൈമാറാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ വാക്കിന് മാറ്റം വന്നാലും ദൈവവചനത്തിന് മാറ്റം വരത്തില്ല. ഒന്ന് വായിച്ചേട്ടെ. സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുക. അവൻ രണ്ടാമത്തെ വന്നു എഫ്രൈം എന്ന് പേരിട്ടു. യോസഫ് തന്റെ രണ്ടാമത്തെ തലമുറയ്ക്ക് പേരിടുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു അതൊരു വർധനവായി മാറാൻ പോവുകയാണ്. God is going to make you fruitful. കർത്താവ് പറയുന്നു you are going to see the goodness of the Lord in the land of the living. ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. അത് നന്മയിലൂടും, അത് അഭിഷേകത്തിലൂടും, അത് മിനിസ്ട്രിയിലൂടും. ദൈവാത്മാവ് പറയുന്നു ഈ വ്യവസ്ഥയിലേക്ക് കയറിക്കോ. കർത്താവ് ഒരു ഭയങ്കര വർധനവ്. സന്തോഷമുള്ളവർ മാത്രം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവം, നമ്മളെ നിറയ്ക്കുന്ന ദൈവം. അപ്പം സങ്കടപ്പെടാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ വർധനത്തിനൊരു സീസൺ ഉണ്ട്. അടുത്ത പറയുന്ന ഈ ജനറേഷൻ നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയി മാറാൻ പോകും. ഇവന്റെ ഇവൻ ഈ ഭൂമിയിൽ എൻട്രി ചെയ്ത സമയം തൊട്ട് നിങ്ങളുടെ സീസൺ മാറിയിട്ടുണ്ട്. ദൈവാത്മാ പറയുന്നു തെക്കും വടക്കോട്ട് ഞാൻ നിന്നെ ഓടിച്ച് ഹല്ലേലൂയ നിന്നെ ഒരു പത്രമാക്കി മാറ്റി. കർത്താവ് പറഞ്ഞു ഈ ദിവസങ്ങൾ വ്യവസ്ഥയിൽ പ്രിൻസിപ്പളിൽ കയറി നിന്നോ. നീ ചിന്തിക്കാൻ പറ്റാത്ത ചില മേഖലകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുക. അതിനകത്ത് ദൈവം എന്നോട് പറഞ്ഞു ഫൈനാൻഷ്യൽ മേഖല ഭയങ്കരമായിട്ട് ഓപ്പൺ ആകും. കർത്താവ് നിന്റെ മേലൊരു ബിസിനസിന്റെ തുടക്കം, ഒരങ്ങനത്തെ ചില കൈമാറ്റങ്ങൾ, അങ്ങനത്തെ ചില ഓപ്പണിങ്ങൾ കർത്താവ് തരാൻ പോവുക. ചില ഡെസ്റ്റിനി ഹെൽപ്പറുമായിട്ട് നീ കയറി മുട്ടാൻ പോവുക. ചില ഉന്നതന്മാരുമായിട്ട് നിനക്ക് ദൈവം കണക്ഷൻ തരാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേരങ്ങനെ ആഗ്രഹിക്കുന്നു? ഞങ്ങൾക്ക് ഒരു ജോലിയൊക്കെ ഉണ്ട്, ഇങ്ങനെ അങ്ങ് പൊക്കോളാം. വേണ്ട, അങ്ങനെ പോകാനല്ല എൻ്റെ കർത്താവിൻ്റെ പ്ലാൻ. ഹല്ലേലൂയ. യു ഹാവ് ടു ഫ്ലറിഷ്. കാരണം നിന്റെ വളർച്ച മറ്റുള്ളവർക്ക് ബ്ലെസ്സിംഗ് ആണ്. ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാർത്ഥിക്കണം, ഇവിടെ ഒരു ലാൻഡ് മേടിച്ച് സഭ പണിയണം. ആരോ പറയുന്നു ഒരു പണി തുടങ്ങിയപ്പോൾ മുഴുവൻ പ്രശ്നമായി, ഇനി എങ്ങനെയാന്ന്. ആ പ്രശ്നങ്ങൾ വരുമെന്ന്. നീ വിശ്വാസപ്പടകിലാണ്, കാറ്റുമുണ്ട്, തിരമാലയുമുണ്ട്. പേടിക്കേണ്ട, അമരത്ത് നമ്മുടെ പുള്ളി കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കാറ്റും കോളും ഇല്ലാതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ പണ്ട് കപ്പലെ കുറച്ച് നാളുണ്ടായിരുന്നു. വലിയ ഇഷ്ടമാണ് കാറ്റും കോളും. ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പൽ ആടുമ്പോൾ ഒരു സുഖമാണ്. പലർക്കും അത് പേടിയാ. എടാ, അമരത്ത് ഉറങ്ങുന്ന യേശു ഉണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കേണ്ടി? അങ്ങനെയാണ് ഈ ദിവസങ്ങൾ അതിന് പ്ലാൻ ഇടണം. ഹല്ലേലൂയ.
അയ്യോ, സ്വത്രാഴ്ച മേടിച്ചിട്ടല്ല, ആത്മപകർച്ചയ്ക്കകത്ത് ചിലർ ലാൻഡുകൾ എഴുതി തരും. ഇത് എഴുതി വെച്ചോ, ചില ലാൻഡുകൾ എഴുതി തരും, ചില ഫണ്ടുകൾ ചിലർ കൈമാറ്റം ചെയ്യും. പിരിവ് നടത്തി പണിയാനല്ല, കർത്താവ് പറഞ്ഞു ആത്മപകർച്ചയ്ക്കകത്ത് എല്ലാം ഉണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സ്നേഹത്തിലേക്ക് നമ്മൾ കയറണം. പക്ഷേ സഭയിൽ ജനം വരാൻ പോകുന്നത് ദൈവസ്നേഹത്തിന്റെ പേരില്ല. ഇനി നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഒരാളെ തൊടാൻ പറ്റും. യെസ് ഓർ നോ? നിന്റെ ഒറ്റ കെട്ടിപ്പിടുത്തത്തിൽ ഒരു സാധനത്തിന്റെ കൈമാറ്റം നടക്കും. ഇന്നലെ രാത്രി 2 മണി വരെ ഉണ്ടായിരുന്നു ലണ്ടനിൽ. എന്നെ കാണാൻ ഒത്തിരി പേര് വന്നു, എന്നെ വിടാൻ വേണ്ടി വന്നു. അവർ പറയുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പറയാം. അവര് ഒന്നും പറഞ്ഞില്ല, എല്ലാം ഹാർട്ട് ടച്ചിങ്ങാണ് നടന്നത്. ഹല്ലേലൂയ. അവരെ ഈ ഫ്ലെയറുകളൊക്കെ ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകണം, ചുമ്മാ കാണാൻ പോകണം. അവിടെ എന്തോ അപ്പം പറയുന്ന എന്തോ വ്യത്യാസം, എന്തോ ഒരു സ്നേഹിക്കാൻ ആരോ ഉണ്ടെന്നൊരു തോന്നൽ വരുമെന്ന് പറഞ്ഞു. ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പറയുന്നു, ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ചാരിറ്റി എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് തലമുറ ഇവിടെ വിസ ഇല്ലാതെ, അല്ലേ, എത്രയോ പേര് ജോലിയില്ലാതെ പ്രശ്നത്തിൽ കിടക്കുക. കർത്താവ് അവരെ കൊണ്ടുവന്നത് വെറുതെയാണോ? അവർക്ക് ഇന്ന് അവര് എന്താണെന്നറിയോ? ഫാദർലെസ്. അവരെ കരുതാൻ ആരുമില്ല. ദേ ആർ ബ്രോക്കൺ. പക്ഷെ ഞാൻ പറയുന്നത്, ഒരുത്തൻ വട്ടം പിടിക്കാനുണ്ടെങ്കിൽ അവന് വിസയും കിട്ടും, ജോലിയും കിട്ടും. ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് സഭയോടാ. ഇവരെ നമ്മൾ റീച്ച് ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു അക്കോമഡേഷനുകളൊക്കെ ഈ ദിവസങ്ങളിൽ വീടുകളൊക്കെ എടുത്ത് ബെഡ് സ്പേസ് ആക്കിയിട്ട് ഫ്രീ അക്കോമഡേഷൻ സഭ തുടങ്ങണം. എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാ. അവർക്ക് ഫുഡൊക്കെ നമ്മൾ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയാണെ കുറെ തലമുറകളെ നമുക്ക് സഭയ്ക്കകത്ത് കയറ്റാം. ഇതിനകത്ത് കയറിയിരുന്ന വിസ കിട്ടുമെന്ന്. രാജ്യത്തിന്റെ നിയമങ്ങൾ മാറിയാലും നിന്നോടുള്ള വ്യവസ്ഥകൾ വേറെയാ. ഞാനിങ്ങനെ ഭയക്കാറുണ്ടായിരുന്നു, കർത്താവ് ഇതൊക്കെ പറയണോ, ഇതൊക്കെ ശരിയാണോ, നമ്മുടെ സിസ്റ്റത്തിലാണോ? പക്ഷേ US എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു, നോ, നിനക്ക് തരുന്ന ആശയങ്ങൾ നീ പറയണം. കാരണം നമ്മുടെ ഉദ്ദേശം മറ്റുള്ളവരുടെ ബ്ലെസ്സിങ്ങാ. ഹല്ലേലൂയ. നീ പ്രിൻസിപ്പിളിൽ നിൽക്കുന്നവനാണ്. ദൈവവചനം പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ ഫോളോ ചെയ്യും. നീ അധ്വാനത്താലല്ല, നീ അനുഗ്രഹത്താൽ സമ്പന്നരാകുന്നു. സദൃശ്യവാക്യം 8:20. ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങളെല്ലാം നിങ്ങൾ പിക്ക് ചെയ്തിട്ട്, വചനം 2 തല മൂർച്ചയുള്ള നീ ഇതിനെ കൊണ്ട് വെട്ടണം. ഈ രാജ്യത്തിൽ ഇതുപോലെ ഫ്ലറിഷ്മെന്റ് ഉള്ള ഞാൻ ആത്മാവിൽ കാണുന്ന അമേരിക്കക്കാട്ടി സാധ്യത കാനഡയ്ക്കാണ്. ഞാൻ കേട്ടത് അങ്ങനല്ല, പക്ഷേ കർത്താവിനോട് പറഞ്ഞു, അമേരിക്കക്കാട്ടിൽ സാധ്യത ദൈവസഭയ്ക്ക് വളർച്ച കാനഡയാണ്. ദൈവസ്നേഹത്തിൽ എല്ലാവരും കയറിക്കാട്ടെ. നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തിക്കാട്ടെ. നമ്മളൊരു ആത്മപകർച്ചയുടെ സെഷനിലേക്ക് കയറാൻ പോകുക. എനിക്ക് നല്ല ഉറപ്പ്, കർത്താവ് ആരെയൊക്കെ തൊടാൻ പോകുക. God is going to touch you people. ഇന്ന് ദൈവം ചിലരെ നിറയ്ക്കാൻ പോകുക. നിന്റെ ചിന്തയെ മാറ്റാൻ പോകുക. നിന്റെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ പോകുക. നിന്റെ അകത്ത് ആ സ്നേഹം ഒന്ന് വെളിപ്പെട്ടാട്ടെ. നിന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു, ഇത്രത്തോളം നിർത്തി, ഇത്രയും മാനിച്ചു, ദൈവസഭയ്ക്ക് പ്രധാനിയാക്കി മാറ്റി, ജനത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്നവനാക്കി മാറ്റി. കമോൺ, നമ്മൾ എപ്പോഴും പാടാറുണ്ട്, ദൈവസ്നേഹം വാക്കുകൾ പോരാ, നന്ദി. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പാടണം. സത്യം പറഞ്ഞ ആ പാട്ടിന്റെ അർത്ഥം ഭയങ്കരമല്ലേ?
ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അകത്തെ ഏറ്റവും വലിയ കുരുക്കുകൾ നന്ദി പറയത്തില്ല. നമ്മൾ വന്ന പോലാണോ ഇന്ന് നമ്മൾ ഇരിക്കുന്നത്? ദൈവം തന്ന അഭിഷേകം, ദൈവം പറഞ്ഞ ബ്ലെസ്സിങ്ങുകൾ ചെറുതാണോ? എത്ര പേർക്ക് ഈ ഭാഗ്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തെ വർണ്ണിക്കണം. അപ്പൊ ദൈവസ്നേഹം വർണ്ണിക്കാൻ വാക്കുകൾ നന്ദി ചൊല്ലി കുറച്ച് വലിയ മെസ്സേജ് പറഞ്ഞു പോകുന്നതല്ല. എടാ, നിന്നെ തൊട്ട ദൈവം, നിന്നെ വളർത്തിയ ദൈവം, വീടും കൂടും ഒന്നുമില്ലെങ്കിലും ഈ സാന്നിധ്യത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകുക. ആയിരങ്ങളെ സ്നാനപ്പെടുത്തുവാനും തലമുറകളെ പുറത്തെടുക്കുവാനും ഒക്കെ ദൈവ ദിവസങ്ങൾ അവസരം തരുമ്പോൾ നീ വാ തുറന്ന് നന്ദി പറയണം. നിന്റെ ലൈഫിനകത്ത് ആത്മപകർച്ച നടക്കാത്തതിന്റെ കാരണം നന്ദി പറയാത്തോണ്ടാ. You have to be thankful. You have to say thank you Jesus. ഞങ്ങളുടെ തലമുറയെ സൂക്ഷിച്ചതിനായി നന്ദി, അവരെ അപകടത്തിൽ നിന്ന് വിടുവിച്ചതിനായി നന്ദി, ഈ കോവിഡ് സമയത്ത് ഞങ്ങളെ രക്ഷിച്ചതിനായി നന്ദി, ഈ രാജ്യത്ത് ഞങ്ങളെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതിനായി നന്ദി. 10,000-കണക്കിന് ജനം തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ ഓർപ്പിച്ചതിനായി നന്ദി. ദൈവസ്നേഹം വർണ്ണിച്ചിടാം, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങൾ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും ദൈവസ്നേഹം നന്ദി ചൊല്ലി അങ്ങോട്ട് നിങ്ങൾ നന്ദി പറയാൻ റെഡിയാകണം. ഞാനിത് തൊട്ടുവിട്ടത് എനിക്കറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹം ലഭിച്ചവരാണ്, നിങ്ങൾക്ക് ആ കരുതൽ കിട്ടിയവരാണ്. ഇന്ന് വാ തുറന്ന് നന്ദി പറഞ്ഞോണം. ചില ബ്ലെസ്സിങ്ങിന്റെ തടസ്സം നന്ദി പറച്ചില്ല. കർത്താവിൻ്റെ ദാസൻ ഓഫറിങ് എടുത്തപ്പം തൊട്ടുവിട്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന് ദൈവമില്ലാത്ത ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് മനുഷ്യനില്ല, ഈ ഭൂമിയിൽ മോസസ് ഇല്ലാതെ മിസ്രൈമിൽ നിന്ന് ജനത്തെ പുറത്തെടുക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ ദൈവം നിയോഗിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ പ്ലാനുകളാണ്. അപ്പം അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ചിലർ ചോദിക്കാറുണ്ട്, ദൈവത്തിന് കാശ് വേണോ? ദൈവത്തിന് കാശ് വേണ്ട. മലാക്കി പ്രവചനം പറയുന്നു, ആലയത്തിൽ ആഹാരമുണ്ടാകാൻ നിങ്ങളുടെ ദശാംശങ്ങളും. പുതിയ നിയമത്തിൽ 7 ടൈപ്പ് ഓഫറിംഗ് ഉണ്ട്. പഴയ നിയമത്തിൽ യാഗങ്ങളുണ്ട്. ലേവ്യ പുസ്തകത്തിൽ. ഞാൻ എൻ്റെ സബ്ജക്റ്റ് അതല്ല, ഞാൻ തൊട്ടുവിടാം. ഇതെല്ലാം ബ്ലെസ്സിങ്ങിൻ്റെ ഒരു കാരണമാണ്. അപ്പം നിങ്ങൾ ആ വഴിപാടുകൾ കൊടുക്കുമ്പോൾ, അല്ലെ ആ ഓഹരി കൊടുക്കുമ്പോൾ, അത് ആലയത്തിൻ്റെ ആഹാരം. ആലയത്തിൻ്റെ ആഹാരം എന്തുവാ? ആലയത്തിൻ്റെ ആവശ്യങ്ങൾ. ഇതിന് റെൻ്റുണ്ട്, നടത്താൻ ഒത്തിരി ചിലവുണ്ട്. ഇതൊക്കെ എവിടുന്ന് വരും? ദൈവം മേളി നല്ലിട്ട് തരുന്ന ജനത്തിലൂടാണ്. ജനം ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ആകാശത്തിലെ കിളിവാതിൽ നിങ്ങൾക്ക് തുറക്കും. ഇത് ഫാക്റ്റാണ്. ദിസ് ഈസ് ഓൾ ദ പ്രിൻസിപ്പൾസ്. അയ്യോ, ആ പാസ്റ്റർ ഇങ്ങനെ കാശ് കൊടുത്ത ആ പാസ്റ്റർ ഗ്ലാമറാ, ഞങ്ങൾ അല്ലെങ്കിലും ഗ്ലാമറാ. ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ എപ്പോഴും യങ് ജനറേഷനിൽ പറയുന്നുണ്ട്, യു ഹാവ് ടു തിങ്ക് ബിഗ്. നിന്റെ മൈൻഡും ഹാർട്ടുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പറ്റത്തില്ല. അപ്പം നിന്റെ ആരാധനയും തുള്ളലും ഒന്നല്ല, വിശ്വാസമാണ് ഏറ്റവും. എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കുന്ന ദൈവം. ഇത് ചിന്തയുമായിട്ട് കണക്റ്റഡാ. ഇതെല്ലാം കേട്ടിട്ട് പറയുന്നു, ആ പാസ്റ്ററിന് തന്നെ പുള്ളി ഇങ്ങനെ. ഇപ്പം ഈ മൈൻഡ് സെറ്റാണ് ഇവിടുത്തെ വിശ്വാസമായിട്ടുള്ള കണക്ഷൻ കട്ടാക്കുന്നത്. തിങ്ക് ബിഗ്. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. നിന്റെ ചിന്ത വലുതാണ്, കർത്താവ് അതുപോലെ കാര്യം ചെയ്യും.
പ്രാർത്ഥന ദൈവവുമായിട്ടൊരു ബന്ധമാണ്. പക്ഷെ തിങ്കിങ് ആണ് ഏറ്റവും വലിയ സംഭവം. ഐ യൂഷ്വലി സേ വാട്ട് യു തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ, വാട്ട് യു പ്രേ ഇറ്റ് വോണ്ട് മൈറ്റ് ഹാപ്പൻ. ബട്ട് തിങ്കിങ് ആണ് നമുക്ക് മാറ്റം വരുത്തുന്നത്. പ്രാർത്ഥന ബന്ധമാണ്. കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ, പ്രാർത്ഥന ബന്ധമാണ്. ദാറ്റ്സ് എ റിലേഷൻ. ബട്ട് നിന്റെ തിങ്കിങ്ങിലാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്യണം. ഇവിടെ ലാൻഡ് വെളിപ്പെടും. നിങ്ങൾ ചിന്തിച്ചാൽ അത് നടക്കും. നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. മോസസിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകവും നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന് അളവിന് മാറ്റമൊന്നുമില്ല, സെയിമാ. ഞാൻ അതിലേക്ക് വരുവാ. അങ്ങനെ ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ആക്ട് ചെയ്യണം. നിങ്ങൾ പലർക്കും ബ്ലെസ്സിങ് ആകേണ്ടിയവരാ. നിങ്ങളുടെ സന്തോഷം കണ്ടിട്ടാ ജനം ചർച്ചിലേക്ക് വരേണ്ടിയ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ ഈ ദിവസങ്ങൾ കർത്താവ് വെളിപ്പെടുത്താൻ പോകുക. നിങ്ങളുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് സന്തോഷമായി മാറും. നിങ്ങളുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ മുഖത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഓക്കെ, ആത്മപകർച്ചയുമായിട്ടൊരു സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ് നമ്മൾ യൂഷ്വലി എടുക്കേണ്ടത്, അല്ലേ? പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ പതിഞ്ഞു, അഭിഷേകം പതിഞ്ഞു. അവിടാണ് ശരിക്കും പറഞ്ഞ ആത്മപകർച്ച എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടൊരു ജനത്തിൻ്റെ മേൽ ആത്മാവ്. പഴയ നിയമത്തിൽ പക്ഷെ അങ്ങനെ ആയിരുന്നു, ഇൻഡിവിജ്വലായിട്ടായിരുന്നല്ലേ? യെസ് ഓർ നോ? നിങ്ങളൊന്ന് സഹകരിച്ചാട്ടെ. ആത്മാവ് വന്നു പോയി. എസെക്കിയേലിന്റെ മേൽ ആത്മാവ് വന്നു, ഏലിയാവിന്റെ മേൽ ആത്മാവ് വന്നു. കൂട്ടത്തോടല്ല, ഇൻഡിവിജ്വൽ ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇരിക്കുന്ന ഈ മാളിക മുറി ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മേൽ അഭിഷേകം പതിഞ്ഞു, ആത്മപകർച്ച നടന്നു. അവരുടെ നാവുകൾ പിളർന്നു, അവർ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചു. അതിനുശേഷം പത്രോസ് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 2:17, അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേലും പകരും. അതാ അപ്പോസ്തല പ്രവൃത്തി 2-ൽ നടന്ന ആ പകർച്ചയുടെ ഉറപ്പിലാ പുള്ളി പറയുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:28 പറയുന്ന കോട്ട് ചെയ്ത് പറയുക, അന്ത്യകാലഘട്ടത്തിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കാണും. ഇതാണ് ആത്മപകർച്ചയുടെ നമ്മളെ സബ്ജക്റ്റ്, അല്ലേ? പക്ഷെ ഞാൻ ഈ ഭാഗമല്ല, പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് ആത്മപകർച്ച നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കൂട്ടത്തോട് പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ ആ ഭാഗം ഒന്ന് തൊട്ടിട്ട്, ആ ഭാരം, ഒരു അഭിഷക്തന്റെ ഭാരമാണ് അവിടെ ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു പകർച്ച നടന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അതേ കൗണ്ട് ഇവിടെ ഉണ്ട്, അതേ കൗണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ഇങ്ങനൊരു സെറ്റപ്പ് അല്ല പാസ്റ്ററെ. ഇത് നിങ്ങളുടെ കൊയർ പോലും ആയിട്ടില്ല. നിങ്ങളുടെ കൊയർ പോലും ഞാൻ കണ്ട കാഴ്ച. എനിക്ക് തെറ്റിപ്പോയെന്നല്ല, എനിക്ക് തെറ്റത്തൊന്നുമില്ല, നല്ല ഉറപ്പാണ്. അത് പറയാനും നല്ല ഉറപ്പാണ്. അടുത്ത മീറ്റിംഗ് സെറ്റ് ചെയ്യാനല്ല വന്നത്, ഉള്ളത് കുടഞ്ഞിട്ടിട്ട് പോകാനാണ് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഈ പകർച്ച നടന്നു. അവിടെ ഈ ആത്മപകർച്ച ഉണ്ടായപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ വലിയ പകർച്ച നടന്ന ഒരു മനുഷ്യൻ്റെ ഭാരം കുറയുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ എൽഷദായുടെ മേൽ അത് നടന്നുകൊണ്ടിരിക്കുക. ഈ എൽഷദായുടെ മേൽ അത് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഈ ഒരു പകർച്ചയിലെ സഭ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ടൊറോണ്ടോ മേലും അത് അടിക്കും. ഞാൻ വിശ്വസിക്കുന്ന കാൽഗറിയുടെ മേലും അത് നടക്കും. ഞാൻ വിശ്വസിക്കുന്ന നൈഗേറിയയുടെ മേലും അത് സംഭവിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ റിയാക്ഷൻ ഭയങ്കര ബ്ലെസ്സിങ് ആയി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം എടുത്താണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ റിയാക്ഷനാണ് എൻ്റെ ശുശ്രൂഷയുടെ ഒഴുക്ക്. ഓക്കെ. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചത് എന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചത്. ഓക്കെ, ഇനി ബൈബിൾ എല്ലാവരും അടച്ചാട്ടെ.
ഞായറാഴ്ച ദിവസം ബൈബിൾ എടുക്കല്ലേ, ബാക്കി ദിവസങ്ങൾ തുറക്കേണ്ട സാധനം അത്. ചർച്ചയിൽ വെച്ച് എടുക്കല്ലേ, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, ലൈവ് ഉണ്ടല്ലോ. ഓക്കെ, സംഖ്യാപുസ്തകത്തിൽ 11 നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ അറിയാവുന്നവരൊന്ന് കൈ ഉയർത്താമോ? ഓക്കെ, മോസസിനെ അറിയാവുന്നവരൊന്ന് കൈ ഉയർത്താമോ? അയ്യോ, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മോസസിനെ അറിയാം അല്ലേ? കൊച്ചിലെ മുതൽ അറിയാം അല്ലേ? അല്ലേ, ജനിച്ചപ്പോൾ മുതൽ അറിയാം. കാരണം ഇങ്ങനെ ജനിച്ചപ്പം തന്നെ കൊല്ലാനുള്ള ഓർഡർ വന്നായിരുന്നു ആമ്പിള്ളാരെ അല്ലേ? ജനിച്ചപ്പോഴേ നാടിന് തലവേദനയായിരുന്നു. 3 മാസം പോലും അപ്പനും അമ്മയ്ക്കും ഒതുക്കി വെക്കാൻ പറ്റിയില്ല അല്ലേ? വെള്ളത്തിൽ ഒഴുക്കി വിട്ടു. എവിടുന്ന് ഓർഡർ വന്നോ അവിടെ തന്നെ കർത്താവ് കയറ്റി. ഫറവോൻ്റെ മോനായിട്ട് വളർന്നു. പക്ഷെ മുലപ്പാൽ കുടിച്ചത് അമ്മയുടെ തന്നെയാണ്. നല്ലൊരു ആമീൻ പറഞ്ഞു. ഓക്കെ, 40 വർഷം ഫസ്റ്റ് കൊട്ടാരം, അടുത്ത 40 വർഷം മരുഭൂമി ഓട്ടച്ച. അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചത്. ആടിനെ പറഞ്ഞാട്ട്, ആ കെട്ട് പൊട്ടാൻ വേണ്ടിയാ. ഉറക്കെ പറഞ്ഞാട്ട്, ആടിനെ ഉറക്കെ പറഞ്ഞാട്ട്, ആ കെട്ട് പൊട്ടണം. അമ്മായിപ്പൻ എന്ന് പറയുമ്പോൾ പലർക്കും വിഷമമാണ്. മുഖത്തൊരു കല്യാണം കഴിയുന്നതിന് മുമ്പ് നിനക്ക് ഒരപ്പൻ, കല്യാണം കഴിഞ്ഞാൽ നിനക്ക് 2 അപ്പൻ. എന്നാലും അമ്മായിപ്പൻ്റെ ആളായതുകൊണ്ട് എനിക്കറിയാം ഒരു ടഫാണ് അത്. കാരണം എണ്ണം കൊടുക്കണം, കണക്ക് കൊടുക്കണം. ഞാൻ ആ ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ട് പറയാറുണ്ട്. ഓക്കെ, അതല്ല വിഷയം. 3rd 40 ആണ് പുള്ളിയുടെ മിനിസ്ട്രി. ഇപ്പം മോസസിനെ വിളിച്ചപ്പോൾ തന്നെ മോസസ് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ എനിക്കിച്ചിരി വിക്ക്. എൻ്റെ ചേട്ടൻ നല്ല ട്രാൻസ്ലേഷനൊക്കെയാണ്, നല്ല ലാംഗ്വേജാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ ഞാൻ നിനക്ക് ട്രാൻസ്ലേറ്ററായിട്ട് തരാമെന്ന് പറഞ്ഞു. വിളിയുള്ളവർക്കായി സ്വസ്ത്രം. അപ്പം വിക്കല്ല വിഷയം, വിളിയാ വിഷയം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം ഏറ്റവും വലിയ പാസ്റ്ററായിട്ട് ഓണർ ചെയ്തു. എസോർണോ, മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച് ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം കാലാളുകളെ മരുഭൂമിയിലൂടെ നയിക്കുക. ഓക്കെ, ശ്രദ്ധിക്കണം. ഈ ലക്ഷക്കണക്കിന് ജനത്തെ നയിച്ചപ്പം അവിടെ നടന്ന പ്രവർത്തികൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? മരുഭൂമിക്കകത്ത് എല്ലാ ദിവസവും രാവിലെ മന്ന പറഞ്ഞാട്ട്, അത് ദൂതന്മാരുടെ ഭക്ഷണമാണ്. എല്ലാ ദിവസവും രാവിലെ മന്ന മരുഭൂമിയിൽ മഞ്ഞിപ്പൊഴിഞ്ഞ് അല്ലേ? അങ്ങനെ ജനത്തെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെ നീ സഞ്ചരിക്കുമ്പോൾ എന്തായിരിക്കും അത് ലൈഫ്? പ്രത്യേകിച്ച് മോസസിനെ കുറിച്ച് ഏറ്റവും അഭിമാനകരമായ സംഭവമാണ്. ഇപ്പം മോസസ് ആദ്യമേ പറയുന്നുണ്ട്, നിൻ്റെ സാന്നിധ്യം കൂടാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല, കണ്ടീഷനുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. പുറപ്പാട് പുസ്തകം 33, 14, 15, 16 വചനമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഭയങ്കര പ്രസൻസിലാണ് മോസസ് പോകുന്നത് അല്ലേ? വാക്യം പറയുന്നു, അവരുടെ വസ്ത്രം ജീർണിച്ചിട്ടില്ല. അവർ 6 വയസ്സുള്ള കൊച്ചു ചപ്പലിട്ട് 36 വയസ്സായപ്പോൾ അതേ ചപ്പലെന്ന്. ഇവിടെയാണ് 4 മാസം കൊണ്ട് മാറ്റുക. അപ്പം ദൈവം നടത്തുന്ന വിധം ഭയങ്കരമാണ് അല്ലേ? ദൈവം നിന്നെ നടത്താമെന്ന് പറഞ്ഞാൽ നടത്തും കേട്ടോ. പ്രസൻസിൽ ഒഴുകിക്കൊണ്ടിരിക്കുക ജനം. ആ സമയത്താണ് മോസസിന്റെ ഒരു നിലവിളി, നീ അടിയനെ വലച്ചത്. 30 ലക്ഷം പേരുടെ ഒരു പാസ്റ്റർ പറയുക, ആത്മഭാരത്തോട് പറയുക, നീ എന്നെ വലച്ചത് എന്ത്? അടുത്തത്, നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെ ഭാരം. അടുത്ത വാക്യം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഇവരെ പ്രസവിച്ചു, ഞാൻ ഇവരെ ഗർഭം ധരിച്ചോ. നോക്കണം, ഒരു പാസ്റ്ററിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന നിലവിളി. കാരണം എന്നാന്ന് പറയട്ടെ, ജനം പൊറുപിറുക്കുമായിരുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1, 2, 3. ഞാൻ ആ വാക്യം എല്ലാം വായിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. മനസ്സിലായോ? സമയത്തിനകത്ത് തന്നെ പകർച്ചയൊക്കെ നടക്കണം. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. ആഫ്രിക്കയിൽ വേണം 5-6-7 മണിക്കൂർ കിട്ടിയേനെ. ഇവിടെ എല്ലാം കറക്റ്റ് സമയത്ത് നിർത്തണം, അല്ലെ പരിശുദ്ധാത്മ വരുമ്പോൾ ജനം പോവും. ഓക്കെ, അതുകൊണ്ട് വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ ആ 11-ാം അധ്യായം മുഴുവൻ വായിക്കണം. അതിനകത്ത് പറയുന്നത് മോശയുടെ നിലവിളിയുടെ കാരണം ജനത്തിൻ്റെ അവർക്ക് എന്നാ വേണം? ചിക്കൻ വേണമെന്ന്. എന്താ വേണം? ചിക്കൻ ആരും എല്ലാം വെജിറ്റേറിയൻ ഇവിടെ അല്ലേ? നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. വാ തുറന്ന് പറഞ്ഞു, എന്താ വേണം? ചിക്കൻ വേണം, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി വേണം. എന്നിട്ട് പഴയ കാര്യം പറയാൻ തുടങ്ങി. എന്തോ അവിടെ തന്നെ ചിറ്റിലി ഉണ്ടായിരുന്നു, സവോള ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. അപ്പം ആ ഭാഗത്തിലാണ് മോസസിന് വന്ന പെയിൻ. നോക്കണം, ഒരു അഭിഷക്തന്റെ നിലവിളിയാണ് അവിടെ കാണുന്നത്. നീ എന്നെ വലച്ചത് എന്തിന്?
നീ എന്നെ വിളിച്ചതെന്തിന്? ഞാൻ ഈ ജനത്തെ ഗർഭം ധരിച്ചു, ഞാൻ ഈ ജനത്തെ പ്രസവിച്ചു, എനിക്ക് വയ്യ. അവിടെ അങ്ങനെ ആ ക്ലോസ് വരുന്നത്. എനിക്ക് ഇതുങ്ങളെ പോറ്റാൻ വയ്യ. ഒരു അഭിഷക്തന്റെ ഭാരമാ. ആ ഭാഗമാണ് ഞാൻ നിങ്ങളെ തൊടാൻ പോകുന്നത്. അവിടെ ദൈവം ചെയ്ത ഒരു ഭയങ്കര കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആമേൻ. എത്ര പേർ റെഡിയാണ്? ഞാൻ പുറകിൽ നിന്ന് തെള്ളിക്കോണം. ഒത്തിരി സൗണ്ട് വേണ്ട, സൗണ്ട് കുറവ്, തെള്ളിക്കോണം. കാരണം ഈ സാധനം ഇവരെല്ലാം കയറി പിടിക്കണം. ഇത് അർത്ഥമില്ലാതെ പോകല്ലേ. ഒരു അഭിഷക്തന്റെ നിലവിളി കർത്താവ് ഇറങ്ങി വരുക. ഹല്ലേലൂയ. ആ അഭിഷക്തന്റെ പേനിനെ മാറ്റാൻ, അവിടുത്തെ ജനത്തിനെ സ്പർശിക്കാൻ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കോപം ഇറങ്ങി മരുഭൂമിയിലെ ജനം പട്ടുപോയി. ഓക്കെ, പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവം കൊല്ലുന്ന ദൈവമല്ല, ദൈവം തരുന്ന ദൈവമാണ്, അല്ലേ? വചനം പറയുന്നു, ശത്രുവും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നു, എന്നാൽ കർത്താവോ ധാരാളമായി തരാൻ വന്നു. പഴയ നിയമത്തിൽ ഇദ്ദേഹം വില്ലനായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഇദ്ദേഹം അപ്പനാ. നമുക്ക് നേരിട്ട് എക്സസ് ഉണ്ട് വിളിക്കാൻ അപ്പാന്ന്. യെസ് ഓർ നോ? ഒന്ന് വിളിച്ചാട്ടെ അപ്പാ. നിങ്ങൾ ഏവണ്ണം പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാര് ലൂക്കോസിന്റെ സുവിശേഷം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ, സ്വർഗസ്ഥനായ എന്തോ ഞങ്ങളുടെന്ന് പറയണ്ട, നമ്മൾ മലയാളി ആയതുകൊണ്ട് എൻ്റെ പിതാവെന്ന് പറയാം, സെൽഫ് ആയിക്കോട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ എന്ന് പറഞ്ഞാൽ ഡാഡി നേരിട്ട് വിളിക്കാം. ഇപ്പൊ പഴയ നിയമത്തിലെ ആളല്ല, പുതിയ നിയമത്തിലെ ആള് മാറി. യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവസാന തുള്ളി വരെ രക്തം കൊടുത്തു, നമ്മളെ വിലക്ക് മേടിച്ചു. ആ ബന്ധത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പൊ പുതിയ നിയമത്തിലെ സഭയിലോട് ഞാൻ ഈ ദൂത് കൈമാറുന്നത്, അപ്പന്റെ സ്നേഹം മോസസിന് വേണ്ടി ഇറങ്ങി വരുക. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഭാഗങ്ങൾ പറഞ്ഞ് മോശ നിലവിളിച്ചപ്പോൾ എനിക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടിയ റെവലേഷനാണ് ഞാൻ പറയുന്നത്. കർത്താവായ യഹോവ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ മോസസ്, ജനങ്ങൾ പുറത്തോട്ട് സാരമില്ല, പക്ഷെ നീ അങ്ങനെ പറയല്ലേ. ജനങ്ങൾ അത് പറഞ്ഞോട്ടെ, അവരടിമത്തിൽ നിന്ന് വന്നവരാ, അവര് വേദന സഹിച്ചവരാ, അവരുടെ ആരോഗ്യം നശിച്ച. അടിമത്തം എന്ന് പറഞ്ഞാൽ അടി കൊള്ളുന്നതല്ല, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന, അല്ലേ? അവിടെ നമ്മൾ വായിക്കാറുണ്ട്, ഇഷ്ടിക ചുടണം, പക്ഷെ വൈക്കോലില്ല, ചുട്ടോണം. അങ്ങനെ അടിമത്തത്തിൽ കടന്ന ദീർഘ സംവത്സരം കടന്ന ജനം പുറത്തോട്ട് കുഴപ്പമില്ല, പക്ഷെ നീ അങ്ങനെ ശ്രദ്ധിച്ചാണ്ട, നീ അങ്ങനെ പറയല്ലേ. കാരണം നീ പറഞ്ഞ എനിക്ക് വിഷമാവൂടാ. അടിമത്തത്തിൽ കടന്ന ജനം നിലവിളിക്കുമ്പോൾ കുഴപ്പമില്ലടാ, പക്ഷെ നീ പറഞ്ഞാൽ എനിക്ക് പെയിനാവും. കാരണം നിന്നെ കൊണ്ടുവന്ന വിധം നീ ഒന്ന് ഓർത്തട്ടെ. എടാ 3 മാസം വരെ അപ്പനും അമ്മയ്ക്കും ഒതുക്കി വെക്കാൻ പറ്റിയപ്പോൾ ഞാനല്ലടാ നിന്നെ അവിടുന്ന് കൊട്ടാരത്തിൽ കയറ്റിയത്. ഞാൻ വിശ്വസിക്കുന്ന അവിടെ കർത്താവിന്റെ ഹൃദയം കർത്താവ് തുറക്കുക. എടാ എവിടുന്ന് ഓർഡർ ഇട്ടോ ആ കൊട്ടാരത്തിൽ ഞാൻ നിന്നെ കയറ്റിയില്ലടാ. ആ കൊട്ടാരത്തിൽ കയറ്റിയെങ്കിലും നിന്റെ യഥാർത്ഥ അമ്മയുടെ മുലപ്പാൽ നീ കുടിച്ചില്ലടാ. എടാ 40 വർഷം ട്രെയിനിങ് ഞാൻ നിന്നെ അല്ലടാ ഇതിന്റെ പക്വതയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് മോനെ മോസസ്, നീ അങ്ങനെ പറയല്ലേ. ജനം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൈവാത്മാവ് അവിടെ, പരിശുദ്ധാത്മാവല്ല, യഹോവ അവിടെ ഹൃദയം തുറക്കുക, മോസസിനോട് ഇടപെടുക. മോസസ്, നീ അങ്ങനെ പറയല്ലേ. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുക. അങ്ങനെയാണ് ഞാൻ പുതിയ നിയമത്തിന്റെ ജനത്തോടൊരു ദൂത് പറയട്ടെ. നമുക്ക് പുറകുറുക്കാൻ അവകാശമുണ്ടോ? ഇതിനകത്തിരിക്കുന്ന ജനം പുറകുറുക്കുന്നില്ലേ? അതില്ലേ ഇതില്ലേ എന്ന് പറയുന്നില്ലേ? പരാതി പറയുന്നില്ലേ? പറയുന്ന ഇതിനകത്തുണ്ട്. നമ്മളെല്ലാം, നിങ്ങളല്ല, ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഈ പ്രോസസ്സ് കാലഘട്ടത്തിൽ നമ്മൾ നിലവിളിക്കും, കർത്താവെ നീ കാണുന്നില്ലയോ? എത്ര നാളായി ഞാൻ നിൽക്കുന്നത്, എത്ര വർഷമായി ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ണടച്ച് അന്യഭാഷ പറഞ്ഞാട്ടെ.
നിങ്ങൾ എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? പുതിയ നിയമത്തിന്റെ വ്യക്താക്കളായ നമ്മൾക്ക് ഒരു കാരണവശാലും പുറപ്പെടുക്കാൻ പറ്റത്തില്ല. മോസസിനോട് ദൈവം പറഞ്ഞു, എടാ മോസസ്, നീ പറഞ്ഞാൽ എനിക്ക് വിഷമോ, അവര് പറഞ്ഞോട്ടെ, സാരമില്ല, അവര് പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാം, പക്ഷെ നീ പറഞ്ഞാൽ എനിക്ക് പേനാവും. അങ്ങനെയാണ് പുതിയ നിയമത്തിന്റെ വ്യക്താക്കളോട് ഞാനൊരു ദൂത് പറയട്ടെ. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ, അങ്ങനെയാണ് നമുക്ക് പുറകുറക്കാൻ അവകാശമുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ ദൈവം കണ്ടെന്ന്. കർത്താവിനെ അറിഞ്ഞിട്ട് 10 വർഷം 5 വർഷം ആയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിന് മുമ്പേ ദൈവം നിന്നെ കണ്ടെന്ന്. ആ സ്നേഹത്തോട് ഇന്ന് വാ തുറന്ന് നന്ദി പറയണം കേട്ടോ. നിന്റെ കുരി കഴിയും. ഓക്കെ, ഒരു ദൂത് കയറ്റി പറയട്ടെ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിലാ തോന്നുന്നു, ഉലക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ പേര് എന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന്. എസ്വർണോ എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നിന്റെ പേര് കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗം പറയുമ്പോൾ എത്ര പേർക്കുണ്ടോ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ നിന്റെ പേര് എന്റെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതല്ലേ ഭക്തന്മാര് പാടിയത്, ഉലകസ്ഥാപനത്തിന് ഉളവാകുന്നു തിരഞ്ഞെടുത്തവൻ, ഉലകസ്ഥാപനത്തിൻ ഉളവാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ, തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. മഹൽ സ്നേഹം പരലോക പിതാവോ മകനെ കുരി. നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് ചിന്തിച്ചേ. ഞാൻ ഈ ഭക്തന്മാരെഴുതിയ പാട്ടുകളാണല്ലേ, എന്തോ അർത്ഥമല്ലേ. ഉലക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ പേര് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് പുതിയ നിയമത്തിന്റെ വ്യക്താക്കളെ നമ്മൾ ഒരു കാരണവശാലും പുറകുറുക്കല്ല. നിന്റെ എന്താവശ്യമാണോ എൻ്റെ ദൈവം ചെയ്യാൻ റെഡിയാ. മോസസിനോട് ദൈവം പറയാണ്, നീ പറഞ്ഞാൽ എനിക്ക് പേനുണ്ടോ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടാകും. ഇല്ലേച്ചാ, നിന്നെ വേർതിരിച്ചു വിളിച്ചു, നിന്നെ തെരഞ്ഞെടുത്തു. നമ്മളാണോ യേശുവിനെ തെരഞ്ഞെടുത്ത? അല്ല, നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത. നമ്മൾ പറയല്ലോ ഒരു വാക്ക്. ഇന്ന് സഭയോട് ദൈവാത്മാവ് പറയുവാണ്, ഒരു കാരണവശാലും നമ്മൾ പുറകുറുക്കല്ല. ഒരു കാരണവശാലും ഒരു അഭിഷക്തന്റെ നേരെ ഒരു അലിഗേഷൻ കൊണ്ടുവരില്ല. ഒരു കാരണവശാലും ദൈവസഭയ്ക്ക് വിരോധമായി സംസാരിക്കല്ലേ. ഒരു കാരണവശാലും നമുക്ക് മേളിൽ നിൽക്കുന്നവരുടെ മേൽ കമന്റ് ചെയ്യല്ലേ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നീ പറഞ്ഞാൽ എൻ്റെ ഹൃദയം ദുഃഖിക്കണോ. നിന്നെ ഞാൻ വില കൊടുത്ത് മേടിച്ചാടാ, എൻ്റെ രക്തം ചൊരിഞ്ഞിട്ട് ഞാൻ നിന്നെ അതാ പറയുന്നത്, തിരഞ്ഞെടുത്തവൻ നമ്മെ അവൻ നമ്മെ തിരഞ്ഞെടു തിരുമുമ്പിൽ എന്തിനാ തിരഞ്ഞെടുത്തത്? തിരുമുമ്പിൽ വസിപ്പാൻ. മഹൽ സ്നേഹം പരലോക പിതാവോദ മകനെ. ഈ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല.
അങ്ങനെ ഒരു സീസണിലേക്ക് നമ്മൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ദൂത് വരുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ആരോടെങ്കിലും കരയാൻ പറഞ്ഞു, ഞാൻ ഇവരെ വേദനിപ്പിക്കുന്നതിൽ പറഞ്ഞു, ഇവിടെ കൂട്ടക്കരച്ചിൽ നടക്കുക. ഇത് സ്നേഹമാണ്. ഇവർക്കറിയാം ആരും ഇവരെ പിടിച്ചിട്ടുണ്ടെന്ന്. ഇവർക്കറിയാം ഈ സഭയ്ക്കകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. ഇതൊന്ന് ബോധ്യമായ മതി. ഈ സ്നേഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ വേഗത്തിൽ അവിടെ അങ്ങോട്ട് കയറാം, സമയമില്ലല്ലോ. ഓക്കെ, അവരുടെ വിഷയം എന്താ? ഇറച്ചിയല്ലേ. കർത്താവ് പറയാം, എടാ മോസസ്, ഇറച്ചി കൊടുക്കാം. അവിടെ നിങ്ങൾ 11 അധ്യായം വീട്ടിൽ പോയി വായിക്കണേ, ഞാൻ വാക്യം എടുക്കുന്നില്ല. ഇറച്ചി നമുക്ക് കൊടുക്കാം. അപ്പോൾ മോസസ് പറഞ്ഞു, കർത്താവേ, എവിടുന്ന് കൊണ്ടുവരും ഇത്ര ഇറച്ചി? അല്ലേ, ടൊറാൻഡോയിൽ 30 ലക്ഷം പേർക്ക് ഇറച്ചി കൊടുക്കാൻ ഇറച്ചിക്കടയുണ്ടോ? കർത്താവ് പറഞ്ഞാ ഒരു ദിവസമല്ല, കൊടുക്കാവടാ. അവിടെ പറയുന്നൊരു വചനമുണ്ട്, എടാ മോനെ, നിന്റെ കൈ കുറുകിയിട്ടില്ലെങ്കിലും, നിന്റെ കൈ കുറുകിപ്പോയെങ്കിലും എൻ്റെ കൈ കുറുകിയിട്ടില്ല. ജനത്തോട് പരിശുദ്ധാത്മാവേ, നിന്റെ കൈക്ക് ബലമില്ലെങ്കിലും നിന്നെ പിടിച്ചൊരു കൈയുണ്ട്, ആ കൈക്ക് ഇന്നും ബലമുണ്ട്. വചനം പറയുവാ, മോസസ്, എന്റെ കൈ കുറുകിയിട്ടില്ല. വചനം പറയുന്ന പോലെ നിവർത്തിക്കാൻ പോകുക. 1 ദിവസമല്ലടാ, 2 ദിവസമല്ലടാ, 3 ദിവസമല്ലടാ, 1 മാസം കൊടുക്കാവടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കറിയാലോ, അവിടുത്തെ ദിവ്യാദന്റെ തലക തകർത്തിട്ട് കാടപ്പക്ഷി പിടിക്കത്തക്ക നിലവാരത്തിൽ, അല്ലേ, കൈ കൊണ്ട് പിടിക്കത്തക്ക നിലവാരത്തിൽ വന്ന് നിന്നെന്ന. അതാ ദൈവം തന്ന. അങ്ങനെ നീ അതിന്റെ പുറകെ അലയണ്ട, നീ അതിന്റെ പുറകെ നടക്കണ്ട, നീ ആരുടെയും വഴി അടയ്ക്കണ്ട. നിന്നെ കൈ പിടിക്കത്തക്ക നിലവാരത്തിൽ കർത്താവ് അത് കൊണ്ടുതരാൻ പോകുക. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ പറയാറുണ്ടല്ലേ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അല്ലേ? എന്തോ മിറാക്കിൾ അല്ലേ? അങ്ങനെ തോന്നും, പക്ഷെ ഇതൊന്നും ഒന്നുമല്ല. പൈശാചിക മണ്ഡലത്തിലോട് ചോദിക്കണം, അന്നേരം പറയും. ഈ യേശു പത്രോസിനെ ശാസിച്ചെന്ന് പറഞ്ഞൊരു വാക്യമില്ലേ, മത്തായിയുടെ സുവിശേഷം 24 അധ്യായമാണെന്ന് തോന്നുന്നു, അല്ലേ? ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുക, മോനെ, എൻ്റെ സമയം അടുത്തു, ഇനി ഞാൻ പിടിക്കപ്പെടും, അടിക്കപ്പെടും, തകർക്കപ്പെടും, പിന്നെ ക്രൂശിക്കപ്പെടും. ഇത്രയും പറഞ്ഞപ്പോൾ പത്രോസ് പറയുക, നാഥ, അത് വേണ്ട, അല്ലേ? നമ്മളാണെ പറഞ്ഞല്ലേ, എന്നാലും പത്രോസ്, നിനക്ക് മാത്രം എന്നോട് ഇത്ര സ്നേഹം. പക്ഷേ യേശു അവിടെ പറഞ്ഞു, പോ സാത്താനെ, എന്നെ വിട്ടുപോകാൻ. പത്രോസിനോടല്ല, പത്രോസിന്റെ പുറകിൽ നിന്ന പാട്ടിയോടാ. കാരണം അവനറിയാം, ഇങ്ങേര് പിടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഞുറുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ സാമ്രാജ്യം തീരുവാന്ന്. അപ്പൊ എന്റെ ചോദ്യം പൈശാചിക മണ്ഡലത്തിലോട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ലേ, അന്നേരം എന്നെ ഇത് പറയാഞ്ഞ്, അല്ലേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. നിങ്ങൾ ഇതിനെ വലിയ വ്യാഖ്യാനിക്കാനൊന്നും എടുക്കല്ലേ, പൊട്ട ചോദ്യമാണ്. എൻ്റെ ചോദ്യം പൈശാചിക മണ്ഡലത്തിലോട്, എടാ, 5 അപ്പം കൊണ്ട് 10,000 കണക്കിന് ആൾക്കാരെ പോഷിപ്പോ നീ എന്നാ തടയാഞ്ഞ്? വിചാരം പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല, ഇതിലും വലിയ ഞാൻ കണ്ടതാ. ഇത് 5000 10,000 പേരുടെ കേസല്ലേ. 30 ലക്ഷം പേർക്ക് എല്ലാ ദിവസവും രാവിലെ മന്ന കൊടുത്ത പാട്ടിയെ പുള്ളി. നിങ്ങളത് ചിന്തിച്ച്, അല്ലേ? അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം, ഒരു ചത്ത് ചീഞ്ഞ് 4 ദിവസം ആയവനെ ഒറ്റ വിളിക്കാത്ത ഉയർപ്പിച്ച് എന്നെ തടയാഞ്ഞ്? പൈശാചികളും പറ, ഇതൊന്നും ഒന്നുമല്ലെന്ന്. എസെക്കിയേൽ 36 ഒരു കൂട്ടം എല്ലിനെ, അസ്ഥികളെ ഇവൻ സൈന്യമാക്കി മാറ്റിയത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. അല്ലേ? ഒരു കൂട്ടം അസ്ഥികളെ സൈന്യമാക്കി കണ്ടുപോകാനാ. അപ്പം പൈശാചികളുടെ പറയാ, ഒരുത്തനെ 4 ദിവസം കൊണ്ട് ഉയർപ്പിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും തോന്നുന്നില്ല.
യെസ് ഓർ നോ? അടുത്ത ചോദ്യം. നമ്മൾ ഈ പൊട്ടനായോണ്ട് ഈ പൊട്ടന്മാർക്ക് സാധ്യത കൂടുതലേ കേട്ടോ. പണ്ട് തൊട്ടേ ഞാൻ പറയാറുണ്ട്, ഈ ഒത്തിരി പഠിക്കാൻ പോകല്ലേ ഇത്. ഇപ്പം എൻ്റെ വീണ്ടും അടുത്ത ചോദ്യം, അല്ല കർത്താവേ, ഈ പേശായി മണി അല്ല, ഇത് ഈ കാനാവിലെ കല്യാണത്തിൻ്റെ മുഴുവൻ വെള്ളത്തിൻ്റെ കളറ് മാറ്റിയല്ലേ? അതെന്നെ ഇടപാട് ഇല്ല, ഞാനൊന്നും ഒരു വിഷയമല്ലെന്ന് പറഞ്ഞു. പണ്ട് ലേവി ഗോത്രത്തിൽ നിന്ന് ഒരു വിക്കൻ ഒരു ഉണക്കവടിയും കൊണ്ട് ഒറ്റയടി നദി കടിച്ചപ്പോൾ മുഴുവൻ നദിയുടെ കളർ വെള്ളത്തിൻ്റെ കളർ അല്ലേ? നൈൽ നദിയുടെ മണ്ടയ്ക്ക് അടിച്ചപ്പോൾ മുഴുവൻ വെള്ളം രക്തമായി മാറിയെന്ന്. അതുപോട്ട് കോരി വെച്ചിരിക്കുന്ന ബക്കറ്റിനകത്തും ചിരട്ടയ്ക്കകത്തെ വെള്ളത്തിന്റെ കളർ മാറി. അങ്ങനെ വേണം ഈ 6 ജാറിനകത്തെ വെള്ളം വീഞ്ഞായത്. സത്യം പറഞ്ഞ പുതിയ നിയമത്തിന്റെ അത്ഭുതം പഴയ നിയമത്തെ തൊടാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൽ അത്ര വലിയ മിറാക്കിൾ ചെയ്ത ദൈവം, ആ ദൈവമാണ് നമ്മുടെ മുന്നിൽ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ആ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് നീ ഉയർത്തുന്നത്. നിങ്ങള് പുതിയ നിയമത്തിന്റെ 36 അത്ഭുതങ്ങളെ കൊണ്ടുപോവാ. പൈശാചികളും മനം പറയും, ഇതൊന്നും ഒന്നുമല്ല, ഞങ്ങൾ ഇതിലും വലുത് കണ്ടിട്ടിരിക്കുക, എന്റെ ദൈവം നടത്താമെന്ന് പറഞ്ഞാൽ അവൻ നടത്താൻ വിശ്വസ്തനാ. എന്റെ ദൈവം ഈ ദേശത്ത് മാനിക്കാമെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസ്തനാ. അവൻ ഇവിടെ കരുതാമെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ കരുതും. ഭയങ്കര ടച്ചിങ്ങാ. ഇപ്പൊ പൈശാചിക മണ്ഡലത്തിന് അറിയാം, യേശു തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അവൻ പോകുന്നത് താഴോട്ടാ. അവന്റെ തലയെ തകർത്തിട്ട് ആ താക്കോലെല്ലാം മേടിക്കും. ആർക്ക് വേണ്ടിയാണെന്നറിയാം? എന്റെ മക്കൾക്ക് കൈമാറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ അത്ഭുതത്തിലൊന്നും വലിയ സന്തോഷം വേണ്ട. ഇതിലും വലിയ കാര്യം പണ്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. 10,000 പേരെ പോഷിപ്പിക്കുന്ന ആനക്കാരിയല്ല, 30 ലക്ഷം ജനത്തെ ഡെയിലി മന്ന കൊടുത്ത പാട്ടിയ പുള്ളി. മന്ന മാത്രമല്ല, ചിക്കനും കൊടുത്തെന്ന്. നിങ്ങൾ സംഖ്യാപുസ്തകം വായിക്കണം. എല്ലാ ദിവസവും 1 മാസം 30 ലക്ഷം ജനത്തിന് ചിക്കൻ. അങ്ങനെയാണ് നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതിനുശേഷമാണ്, ഞാൻ ഇച്ചിരി ഷോർട്ടായിട്ട് കയറിപ്പോവാം. അതിനുശേഷമാണ് ദൈവം മോസസിനോട് പറയുന്നത്, മോനെ, നിന്റെ ഭാരം ഞാൻ കുറയ്ക്കാൻ പോവാ, നിന്റെ ഭാരം ഞാൻ മാറ്റാൻ പോവാ. നീ 70 പേരെ തെരഞ്ഞെടുക്കുക, 70 പേരെ, എന്നിട്ട് അവരെ സമാപന കൂടാരത്തിന് മുന്നേ കൊണ്ടുപോവാ. ഞാൻ അവരുടെ മേലൊരു പകർച്ച നടത്താൻ പോവാ. പേരെ തെരഞ്ഞെടുക്കുക. അതിന്റെ മുന്നോട്ടുള്ള വാക്യം എടുത്താണോ? 24-ാമത്തെ വാക്യമൊക്കെ ഒന്ന് എടുത്താട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമുണ്ട്. ആ 24-ാമത്തെ വാക്യം എടുത്താട്ട് മോസസിനോട് ദൈവം പറയുവാണ്, അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. കണ്ടോ? മോസസിനോട് പറയുവാണ്, ഞാൻ നിന്റെ ഭാരം കുറയ്ക്കാൻ പോവാ. ഇനി നീ അലക്കണ്ട, ഇനി നീ വിഷമ. ഇവർക്ക് എന്നാ വേണം നമുക്ക് കൊടുക്കാവടാ. എൻ്റെ കൈ കുറുകിയിട്ടില്ല. ചിക്കൻ വേണേൽ ചിക്കൻ കൊടുക്കാം, ഇറച്ചി വേണേൽ ഇറച്ചി കൊടുക്കാം, സലാഡ് വേണേൽ എന്നാ വേണേലും കൊടുക്കാം. പക്ഷെ നീ ഇനി ഭാരപ്പെടല്ലേ. കാരണം നീ ഭാരപ്പെട്ടാൽ എൻ്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ജനത്തോട് ദൂത് പറയാൻ, നീ പൊറുപൊറുക്കല്ലേ, നീ പൊറുപൊറുക്കല്ലേ, നീ പൊറുപൊറുക്കല്ലേ. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങും. എന്നോട് കർത്താവ് പറയുന്നു, മോനെ, ഈ ഒരു അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ മേൽ വരാൻ പോവാ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചിട്ട് ദൈവാത്മാവിനോട് ഇങ്ങനൊരു കാര്യം പറയുവാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേൾക്കാതെ, ഒരു ഹൃദയത്തിൽ തോന്നാത്ത ചില കാര്യങ്ങൾ നിന്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, നിന്റെ സീസണെ ദൈവം മാറ്റാൻ പോകുക. നീ പ്രാർത്ഥിക്ക്, ഒരു ആത്മ പകർച്ച നിന്റെ മേൽ നടക്കും.
നിന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചതിന് പുറകിൽ ഒരു ഉദ്ദേശമുണ്ടെന്നും ഈ രാജ്യത്തിൽ നിന്നെ ഞാൻ അതിനുവേണ്ടി നിർത്തുമെന്നും. ഓ ലാമാന ശതൽ ഖനാദി, ഇതിനകത്ത് പലരുടെ മേലും ഒരു പകർച്ച നടക്കാൻ പോവുക, ഒരു ആത്മ പകർച്ച നടക്കാൻ പോവുക. വാ തുറന്ന് പറഞ്ഞോട്ട്, ആത്മ പകർച്ച, ആത്മ പകർച്ച, ആത്മ പകർച്ച. Come on, lift up your voice and say, ആത്മ പകർച്ച. ഒരു ഇമ്പാർട്ടേഷൻ സർവീസ് നടത്തുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ തൊടും. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് കർത്താവിന് ഇഷ്ടമുള്ളവരെ തൊടും. പിന്നെ നിങ്ങൾ ആവേശത്തോട് നിൽക്കണം. എനിക്ക് നല്ല ഉറപ്പാണ്, ഇപ്പോഴാണ് എനിക്ക് ഉറപ്പായത്. കാരണം ഈ ജനത്തിൻ്റെ ദാഹം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മേൽ അത് കർത്താവ് ചെയ്യും. ഇനി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനല്ല, ഈ അന്ത്യകാലഘട്ടത്തിൽ പലർക്കും അടയാളമായിട്ട് ദൈവം നിങ്ങൾ നിർത്താൻ പോവുക. നിങ്ങളുടെ ടെസ്റ്റ് മണികൾ ആയിരങ്ങൾക്ക് വിടുതലായി മാറും. ഓ സമാന, ഇതിനകത്ത് ചില ഡേവിഡുമാരെ കർത്താവ് വിണ്ണിപ്പിക്കും. ഡേവിഡുമാരെ ദൈവം വിണ്ണിപ്പിക്കാൻ പോകുക. ലേഖാരാമന രാജകീയ അഭിഷേകത്തോട് ഡേവിഡിനെ ദൈവം വിണ്ണിപ്പിക്കാൻ പോകുക. ഓക്കെ, കർത്താവ് പറയുക, നീ 70 പേരെ തെരഞ്ഞെടുക്കുക, എന്നിട്ട് അവരെ സമാപന കൂടാരത്തിന് മുന്നിൽ എണ്ണി നിർത്താനാണ് പറഞ്ഞത്. എണ്ണി തിട്ടപ്പെടുത്തണം. ഈ പഴയ നിയമത്തിലൊക്കെ ഈ ഭയങ്കര എണ്ണത്തിലൊക്കെ വലിയ കഥയുണ്ട്. നമ്പേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. സമയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എണ്ണി തിട്ടപ്പെടുത്തി നിർത്താൻ പറയുക. ഞാൻ അവരുടെ മേൽ ഒരു പകർച്ച നടത്താൻ വേണ്ടി മേഘത്തിൽ ഇറങ്ങാൻ പോവുക. എവിടെ ഇറങ്ങാൻ പോവാ? ഇന്ന് കർത്താവ് മേഘത്തിൽ ഇറങ്ങാൻ പോവാ. നിങ്ങളുടെ ആവേശം പോലെ ഇരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒത്തിരി യാത്രകൾ ചെയ്തപ്പം പ്രാർത്ഥിച്ച കർത്താവേ, ഈ സബ്ജക്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുക്കും. കാരണം ഞാൻ ബുധനാഴ്ച പോവാ, തിരിച്ചു പോവാ. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇത് എത്രത്തോളം റിസീവ് ചെയ്യും, എത്ര ജനം കാണും. പക്ഷെ ദൈവാത്മാവിൻ്റെ അകത്ത് പറഞ്ഞ്, നീ എടുക്കടാ, ഞാനല്ല പകരുന്നത്. നീ എടുക്ക, ഞാനല്ല പകരുന്നത്. അതുകൊണ്ട് 1-2 പേരുടെ മേൽ ഈ പകർച്ച നടന്നെങ്കിൽ ഞാൻ ഹാപ്പിയാ. അഭിഷക്തന്മാരുടെ ഭാരം ദൈവം കുറയ്ക്കാൻ പോകുക. ഈ കർത്താവ് പറയുന്ന അഭിഷക്തന്മാരുടെ ഭാരം ദൈവം കുറയ്ക്കാൻ പോകും. നിങ്ങളുടെ കൂടെ ചിലതിനെ ചേർത്ത് എണ്ണിപ്പിക്കാൻ പോവാ. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തന്മാരുടെ പെയിൻ ഭയങ്കരമാണ്. അപ്പോസ്തോലിക് ശുശ്രൂഷ നിൽക്കുന്ന ഈ ഡിജിപ്പാസിൻ്റെ ഒക്കെ ഇവർ വഹിക്കുന്ന പെയിൻ ഭയങ്കരമാണ്. സഭ സ്ഥാപിച്ച് അവർ ജനത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയും കൂടെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങളൊരു സ്തോത്രം ചെയ്യണം. അവരുടെ പെയിൻ സിറ്റുവേഷനിൽ നിങ്ങളൊരു ബലമായി മാറണം. അത് കാണാതെ നമ്മൾ പോകല്ല കേട്ടോ. ഈ വ്യവസ്ഥകൾ വിട്ട് മാറുമ്പോഴാണ് നമുക്ക് ബ്ലെസ്സിങ് ഇല്ലാതായി പോകുന്നത്. കാരണം അവർ നട്ടു വളർത്തമാറാക്കുന്ന ദൈവമാണെങ്കിലും നടാനും നനയ്ക്കാനും ഒരാൾ വേണം. ഒരാൾ പ്ലാന്റ് ചെയ്തിട്ടല്ലേ ആയിരങ്ങൾ ഇവിടെ ബ്ലെസ്സിങ് മേടിക്കുന്നത്. ഒരാൾ ഇതിന് നേതൃത്വം കൊടുത്തിട്ടല്ലേ പലർക്കും അനുഗ്രഹം വരുന്നത്. കമോൺ, വ്യവസ്ഥകളിൽ ദൈവസഭ ദൈവജനം കയറാൻ പോവുകയാണ്. വ്യവസ്ഥകൾക്കകത്ത് ദൈവം കയറാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഇനി ആ പുറകെ ഇരിക്കുന്ന ആ അഭിഷക്തൻ നിങ്ങളൊന്ന് എനിക്കാമോ? എബ്രായ ലേഖനം 13-ാം അധ്യായം 21-ാം വാക്യം ഒരാൾ പെട്ടെന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 13:21. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ അവിടെ ദൂത് പറയുന്നത്, ഫോർ മേക്ക് യു പെർഫെക്റ്റ് ഇൻ എവറി ഗുഡ് വർക്ക് ടു ഡു ഹിസ് വിൽ. അവന്റെ വില്ലിന് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്.
കർത്താവിന്റെ 3 വാക്ക് കാണിക്കുവാണ്. 1 എസ്റ്റാബ്ലിഷ്മെന്റ്, 2 റീസ്റ്റോറേഷന്, 3ാമത്തെ റീബിൽഡ്. ഈ 3 കാര്യങ്ങൾ നിന്റെ ലൈഫിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുക. പ്രാർത്ഥിച്ചോ, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സീസൺ ഫോർ ഗോഡ്സ് വിൽ. He is going to make you perfect in every good work to do His will. അവന്റെ നാമത്തിന് വേണ്ടി ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോകാം. അവന്റെ, നിങ്ങൾ ആ ദൂത് വ്യാഖ്യാനിക്കണം കേട്ടോ. അവന്റെ നാമം ഫോർ ഗോഡ്സ് വിൽ, ഗോഡ് ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് യു. ഹല്ലേലൂയ. ചിലരെ കയറി പിടിക്കണം കേട്ടോ ഇതല്ലേ. ഹല്ലേലൂയ. ദൈവരാജ്യമായിട്ട് കണക്ട് ചെയ്ത് നിന്നോ, ദൈവം നിങ്ങളെ മാനിക്കും. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എവരിതിങ് വിൽ ബി ആഡഡ് ടു യു. അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരിബഡി ഹാസ് എ കോളിംഗ്. മഞ്ഞ് പൊഴിയുന്ന രാജ്യത്തിലേക്ക് ദൂത് കേട്ട് വന്നത് വെറുതെ അല്ല, എന്തോ കർത്താവിന് ചെയ്യാനുണ്ട്. യു ഹാവ് ടു സ്റ്റെപ്പ് ഫോർ ദാറ്റ്. നീ അതിനു വേണ്ടി ഈ ദിവസങ്ങൾ തയ്യാറാകണം. നിന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധരാകും. നിന്റെ തലമുറകളെ ദൈവം മാനിക്കും. നിന്നെ കർത്താവ് ആദരിക്കും. ഹല്ലേലൂയ. ചെറുതല്ല, ഐ മീൻ ഹൈ പ്രോസ്പെരിറ്റിയിലേക്ക് ജനം കയറാൻ പോകുകയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ടാരിഫ് ചേഞ്ചിങ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെല്ലാം ഡ്രാമയാ. ലക്ഷക്കണക്കിന് ജനം പോകുന്നു, കോടിക്കണക്കിന് ജനം വരാൻ പോവാ. ഇന്നലെ കർത്താവ് പറഞ്ഞൊരു ദൂത ഒരാളോട്, മലയാളി MP മാർ ഇവിടെ വരാൻ പോവാ. മലയാളി MP മാരും അതും സഭയ്ക്കകത്ത് നിന്നിക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? കാരണം ദൈവത്തിന്റെ ജനം എല്ലാ മേഖലയിലും ഉയരാൻ പോവുകയാണ്. ബിസിനസ് രാജ്യത്തിൽ ഉയരാൻ പോവുകയാണ്. കമോൺ, ആഗ്രഹമുള്ളവർ മാത്രം. ഓ നിങ്ങൾ വാതുറന്ന് നന്ദി പറഞ്ഞാട്ട്. വാതുറന്ന്, കമോൺ, ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ് ആൻഡ് സേ താങ്ക് യു ജീസസ്. സേ താങ്ക് യു ജീസസ്. ഓക്കേ, അടുത്ത നിമിഷങ്ങളിൽ ദൈവാത്മാവ് ഘട്ടത്തിലേക്ക് കയറ്റുമ്പോൾ നിങ്ങൾ വാതുറന്ന് നന്ദി പറയണം കേട്ടോ. ഈ ചിലരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റു പറഞ്ഞു ഒരു കൺഫഷൻ നടത്തുന്നത് നല്ലതാ. കാരണം എവിടാന്ന് അറിയത്തില്ല ഈ കുരുക്ക് കിടക്കുന്നത്. നിന്റെ മേലുള്ള ദൂതുകൾ ലേറ്റ് ആകുന്നതിന് കാരണം ചെറിയ കുരുക്കുകളാണ്. നന്ദി പറയട്ടെ, വാ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. കമോൺ, ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ് ആൻഡ് സേ താങ്ക് യു ജീസസ്. നന്ദി പറഞ്ഞാട്ടെ. ഒരു ആത്മപകർച്ച നടക്കുന്നതിന് മുമ്പേ നന്ദി പറയണം. ഒരു പക്ഷേ ആ നന്ദി ആയിരിക്കും നിനക്ക് തടസ്സമായി നിൽക്കുന്നത്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹോറാ സഖാല റവാഷി മൽഖനാദി. എല്ലാവരും വാ തുറന്ന് നന്ദി പറഞ്ഞാട്ട്. ഈ കർത്താവിൻ്റെ ആത്മാവ് എന്നോടൊരു ദൈവശബ്ദം ഇങ്ങനെ പറയുന്ന, സകല കഷ്ടതയെ മാറാക്കി നിന്നെ ഞാൻ ഹോണർ ചെയ്യാൻ പോവാ. നിന്റെ ലൈഫിനകത്ത് വന്ന പല പെയിനുകള്, ചില ഹൃദയമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകളൊക്കെ വന്നെങ്കിൽ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അതിനെ എല്ലാം മാറാക്കി നിന്നെ ഞാൻ ഹോണർ ചെയ്യുന്നൊരു സീസൺ. God is going to honor you. ഇത് ഞാൻ സത്യം പറഞ്ഞ പ്രോഫറ്റിക്കൽ മേഖലയിലല്ല ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. അന്നും ഇന്നും ഈ പുള്ളി എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്.
ഇറങ്ങി വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവന്. അന്നും ഇന്നും എല്ലാവരെയും ഉയർത്താനുള്ള മനോഭാവമുള്ളതാണ് നമ്മുടെ യേശു. ആരെ അവൻ കൈവിടത്തില്ല. ഹല്ലേലൂയ. നീ എത്ര തകർക്കപ്പെട്ടവനാണേലും നിന്നെ ഒരു നാൾ അവൻ ഉയർത്തിയിരിക്കും. നീ ഏത് വിഷയത്തിൽ കടന്നുപോയാലും അവിടുന്ന് നിന്നെ മടക്കിക്കൊണ്ട് വന്നിരിക്കും. ഇന്നൊരു ദൂത് പറയാം. എത്ര അസാധ്യമെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും എന്നോട് ദൈവം പറയുവാണ്, ഈ സഭയുടെ മേൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഭയങ്കര ഡെലിവറൻസും ഭയങ്കര അൺയൂഷ്വൽ കാര്യങ്ങൾ ദൈവസഭയ്ക്ക് നടക്കുമ്പോൾ പാസ്റ്ററെ കർത്താവ് എന്നോട് പറയുന്നു, ഈ അൺയൂഷ്വൽ മിറാക്കിൾസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി 19 പറയുന്നുണ്ട്, പോൾ ഈ റുമാലിട്ടൊരു ശുശ്രൂഷകൾ ചെയ്തു. അൺയൂഷ്വൽ മിറാക്കിൾസ് നടന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കൈവെക്കണം, വചനം പറയണം. 1 പത്രോസ് 2:24 അവൻ്റെ അടിപ്പിണറാൽ സൗഖ്യം നടക്കുന്നു. എന്നാൽ ഇനി അതല്ല, നിന്റെ മേലെ റുമാൽ നീ ഇടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നീ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നീ കൈവെക്കുമ്പോൾ പൈശാചിക മണ്ഡലം ഇളകും. അങ്ങനത്തെ ശുശ്രൂഷകൾ ചിലരിനകത്ത് ചെയ്യാൻ പോകുക. അങ്ങനത്തെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങൾ നടക്കാൻ പോകുക. ഈ പ്രായവ്യത്യം ഇല്ലാത്ത കാര്യങ്ങൾ നടക്കാൻ പോകുക. നമ്മുടെ കെട്ടുകളെ ദൈവം പൊട്ടിക്കാൻ പോകുക. നമ്മുടെ മൈൻഡ് സെറ്റുകളെ ദൈവം മാറ്റിക്കാൻ പോകുക. ഈ സഹോദരിമാർക്ക് വലിയ കോളിംഗ് ഇല്ലെന്ന് പറയുന്ന ഒരു ദേശത്തു നിന്ന് നമ്മൾക്ക് വന്നല്ലേ. ഞാൻ വിശ്വസിക്കുന്ന സഹോദരിമാർക്ക് ഏറ്റവും കൂടുതൽ കോളിംഗ് അല്ലേ. രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്, സഹോദരിമാര്. യേശുവിൻ്റെ ഉയർപ്പ് ആദ്യമായിട്ട് അറിഞ്ഞത് സഹോദരിയാ, കണ്ടതും അല്ലേ. ഒരു വചന വെളിപ്പാട് ഞാൻ പറയാം. ചില സഹോദരിമാരെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി പറയാം. നമ്മൾ ഈ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങല്. എൻ്റെ വൈഫ് എന്നെക്കാട്ടി വലിയ മിനിസ്ട്രി ചെയ്യുന്ന ആളാ. 3 പിള്ളേരെ വളർത്തുന്ന ഒരു മിനിസ്ട്രി അല്ലേ. ഞാൻ പറഞ്ഞ അവൾ ഈ പിള്ളേരെ നോക്കിയിട്ടല്ലേ ഞാനിങ്ങനെ നടക്കുന്നത്. അവൾ നാളെ പറയാം, എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, എൻ്റെ മിനിസ്ട്രി കഴിഞ്ഞില്ലേ. ഈ വെളിപ്പാട് എനിക്ക് കിട്ടിയിട്ട് 3 വർഷമായുള്ളേ. നേരത്തെ ഞാനും ജയൻ്റെ കൂട്ടായിരുന്നു. ഷീലേ കാപ്പി. ദൈവം വെളിപ്പാടുകൾ വരുത്തുന്ന അതൊരു ഓരോ ടച്ചിലൂടെ ഒക്കെ വരുന്നതാണ്. യേശു കർത്താവിൻ്റെ ലാസ്റ്റ് ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ താൻ പെസഹ അപ്പന്നുറുക്കലൊക്കെ കഴിഞ്ഞപ്പം ഒരു പാപിനിയ സ്ത്രീ കയറി വന്നായിരുന്നു അവിടെ അല്ലേ. അങ്ങനെ ആ പേരെഴുതിയിട്ടില്ല. പാപിനിയ എന്ന് പറഞ്ഞാൽ, പാപി എന്ന് പറഞ്ഞാൽ കുറവുള്ളവര്. അതങ്ങ് തിരുത്തിയാൽ മതി, വലിയ സംഭവമൊന്നുമല്ല. പാപിനിയ ഒരു സ്ത്രീ കയറി വന്നിട്ട് വിലപിടിപ്പുള്ള ഒരു സുഗന്ധ തൈലം കാലിൻ്റെ മേൽ ഒഴിച്ചു, കണ്ണുനീരും അതിൻ്റെ കൂടെ ചേർത്തു. എന്നിട്ട് അത് കഴുകിയിട്ട് തലമുടി കൊണ്ടങ്ങ്. നിങ്ങൾക്ക് എന്തോ അവിടെ മനസ്സിലായത്? ഞാൻ മനസ്സിലാക്കിയത്, കർത്താവിൻ്റെ അതിപ്രധാനമായ ശുശ്രൂഷയിലേക്ക് ഒരു സഹോദരി വന്ന് ആ ദൗത്യത്തിലേക്ക് കയറ്റിവിടുക. സഹോദരിമാർക്കെല്ലാം ഇങ്ങനെ ഒരു അഭിഷേകമുണ്ട് കേട്ടോ. നിന്റെ വീടിനകത്ത് ചിലതിനെ കയറ്റി വിടണമെങ്കിൽ നീ തീരുമാനിക്കണം. നിന്റെ തലമുറ ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ നീ തീരുമാനിക്കണം. നിന്റെ പോൽ ദൈവം അങ്ങനെ ഒരു അഭിഷേകം ഇട്ടിട്ടുണ്ട്. ജ്ഞാനമുള്ള സ്ത്രീ വീട് പണിയും. ജ്ഞാനമുള്ള സ്ത്രീകൾ വീട് പണിയും. ഭോഷത്വമുള്ളവളോ അതിനെ പൊളിച്ചു കളയും. അങ്ങനെയാണ് ഈ ജ്ഞാനം. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നീ നിന്റെ വീടിനെ പണിയും. നിന്റെ പ്രാർത്ഥന നിന്റെ വീടിനൊരു കാവലായിരിക്കും. നിന്റെ പ്രാർത്ഥന നിന്റെ ഭർത്താവിന്റെ വളർച്ചയായിരിക്കും. നിന്റെ പ്രാർത്ഥന നിന്റെ വീടിന് ബ്ലെസ്സിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട് കേട്ടോ. ഒരു അഭിഷക്തന്റെ വളർച്ചയ്ക്ക് അതിന്റെ പുറകിലൊരു കൈയുണ്ട്.
ഒതുക്കുന്ന മേഖലകളുണ്ട്. സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, യേശുവിനെ പ്രസവിക്കാൻ പ്രസംഗിക്കാൻ പറ്റാത്ത. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരേ വിളിയാ. ഹല്ലേലൂയ. രണ്ടും ഒന്നാണെന്നൊക്കെ പറയല്ല. കാരണം എപ്പോഴും ക്രിസ്തുവിന്റെ തലയായിരിക്കുന്ന ഭർത്താവ് തന്നെയാണെങ്കിലും കോളിംഗ് ഒന്നാ. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട്, നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട്. ഇന്ന് പകൽ സഹോദരിമാരെ നിങ്ങൾ പ്രാർത്ഥിക്കേ, നിന്റെ വീടിന്റെ കുരുക്കഴിയും. കമൺ, വാ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. ഭയങ്കര ഫ്ലോ ഈ സഭയ്ക്കകത്ത് നടക്കാൻ പോകുക. ഭയങ്കര മൂവ് നടക്കാൻ പോകുക. ഓ ശിഖാമന ലമാന. ഈ ലണ്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവപ്രവർത്തനം നടക്കും കേട്ടോ. ലണ്ടന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ അവിടെ ചെന്ന് നിങ്ങളൊരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് എന്തോ കർത്താവ് പറയുന്ന ഒരു ദൈവപ്രവൃത്തിയായിട്ട് മൂവ്മെന്റ് നടക്കും. എന്തോ സെല്ല് പോലെ ചിലർ രൂപീകരിച്ചു. സെൽ മീറ്റിങ്ങൾ ലണ്ടന്, കിച്ചണർ, ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തോ സെൽ മീറ്റിംഗ് പോലെ ഒരു ഫെലോഷിപ്പുകൾ ആരംഭിച്ചു. അത് മൂവായി മാറുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഓ കമോൺ കമോൺ. ഇനി നമ്മൾ ആ ശുശ്രൂഷയിലേക്ക് കയറുക. ഈ പല സ്ഥലത്തും ഞാനത് ചെയ്തിട്ടുണ്ട്. പലയിടത്തും പല മൂവാണ്. ലാസ്റ്റ് ചെയ്തത് പഞ്ചാബി ചർച്ചിലാണ്, എഡ്മണ്ടനിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഹിന്ദിക്കാരാകുമ്പോൾ ഇച്ചിരി ഒരുപാട് നമ്മളെ കാട്ടി അസൂയപ്പെടേണ്ട മേലെയാ. കാരണം അവർക്ക് വലിയ അറിവൊന്നുമില്ല. അവർക്കറിയാം യേശു വിടുവിക്കുന്നതാണ്. നമുക്ക് കുറേ വചനം അറിയാവുന്നതുകൊണ്ട് യേശു പിന്നെയും വിടുവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങ് സീസൺ ഔട്ടാകല്ലേ. അതുകൊണ്ട് കയറി പിടിച്ചോണം. ഹല്ലേലൂയ. അതുകൊണ്ട് വാ തുറന്ന് നന്ദി പറയണേ. എന്നോട് കർത്താവ് പറയുന്നു, പലരുടെ ലൈഫിനകത്തെ കുരുക്ക് ഇന്ന് ആരോടെങ്കിലും നിനക്ക് പിണക്കമുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് സെറ്റിൽ ചെയ്യണം. ഞാനൊരു സമയം 10 മിനിറ്റ് എടുത്തോട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിന് എൻ്റെ സ്വന്തം കാര്യം ഞാൻ പറയാം. എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നോട്, അപ്പം ഞാനും മിണ്ടിയില്ല. അല്ലേ പാസ്റ്റർ കറക്റ്റ് അല്ലേ? അച്ഛൻ പറയാ ഞാൻ കറക്റ്റാ. എനിക്കും അങ്ങനെ തോന്നി. നമ്മളെല്ലാം ദൈവസ്നേഹ പ്രസംഗിക്കുന്നത് അല്ലേ? എടാ, അപ്പൻ നിന്നോട് മിണ്ടിയില്ല, നിനക്ക് അപ്പനോട് മിണ്ടാവല്ലോ. എന്നാ പിന്നെ മിണ്ടാഞ്ഞ? ഇപ്പം നമുക്ക് ചില കോൺസെപ്റ്റുണ്ട്. ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനെല്ലാം വിട്ടതല്ലേ, സ്നാനപ്പെടുന്നത് തെറ്റാണോ? യേശു അല്ലേ സ്നാനപ്പെട്ടത്? മാമോദീസ ശരിയല്ലെന്ന് എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ പഠിത്തമുള്ളവനല്ലേ. അപ്പം എനിക്കത് മനസ്സിലായപ്പം എൻ്റെ വീട്ടുകാർ മാറിയപ്പോൾ എൻ്റെ ഹാർട്ട് മുറിഞ്ഞു. ദൈവം എന്നെ പണിയാൻ സമയമെടുത്തെങ്കിലും എൻ്റെ അകത്തൊരു വൈരാഗ്യമുണ്ടായിരുന്നു, എൻ്റെ അകത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. ഞാനും പറഞ്ഞു ഞാനും മിണ്ടത്തില്ലെന്ന്. അവസാനം മരിക്കാൻ സമയമായപ്പോഴാണ് കണക്ഷൻ കയറി വന്നത്. നിങ്ങൾ നോക്കിയോ, കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തിയൊരു കാര്യമാണ്. അവസാനം ക്യാൻസർ വന്ന് അവസാനം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്ന ഭാഗത്ത് ആ തകർക്കപ്പെട്ട, പണ്ട് വലിയ ബിസിനസ്സുകാരൻ, തകർക്കപ്പെട്ട മനുഷ്യൻ എന്നോട് പറയുന്നൊരു വാക്കാണ്, എടാ മരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. യൂറിൻ ബ്ലാഡറിനകത്ത് ക്യാൻസർ വന്ന് എൻ്റെ ദീർഘവർഷങ്ങൾക്ക് ശേഷം അപ്പൻ എന്നോട് സംസാരിക്കാൻ പറയാം, പ്രാർത്ഥിക്കാൻ, മരിക്കാൻ വേണ്ടി. ദൈവം ഒരു അഭിഷക്തൻ എന്നോട് ദൂത് പറയാ, നിന്റെ പിതാവിൻ്റെ വേർപാടിൻ്റെ സമയം എടുത്തു, ശുശ്രൂഷ നീ ചുക്കാൻ പിടിക്കുമെന്ന്. ഒറ്റ കാര്യം, മർത്തോമക്കാരനായ എൻ്റെ അപ്പൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യുമോ? അപ്പൻ്റെ വേർപാട് നടന്നു. കോവിഡ് സമയം കഴിഞ്ഞായതുകൊണ്ട് കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. മോർച്ചറി വെച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ നന്മയൊക്കെ കർത്താവ് എനിക്ക് ഇന്നും എൻ്റെ വീട്ടിൽ വന്നൊരു നന്മ തന്ന ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ ഒരു ഫാമിലി പിന്നെ എനിക്ക് കണക്ട് ആയിട്ടില്ല. അവരുടെ നമ്പർ വിളിച്ചിട്ട് അവരെടുത്തിട്ടുമില്ല. ഒരു പ്രാർത്ഥിക്കാൻ ഒരു വിഷയത്ത് വന്നു, 1 കെട്ട് കാശ് തന്നു. അപ്പൻ്റെ മരണത്തിൻ്റെ 2 ദിവസം മുമ്പ്. കാരണം അപ്പനെ അടക്കം കാശ് വേണ്ടേ. ഇതൊക്കെ പിന്നാണ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ അകത്ത് കിടക്കുന്ന വൈരാഗ്യങ്ങൾ മാറണം. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ ദൈവസ്നേഹത്തിലേക്ക് കയറണം. എൻ്റെ അപ്പൻ്റെ അടക്കത്തിന് പള്ളിയുടെ ഹോളിനകത്ത് കൊണ്ട് ബോഡി വെച്ചപ്പം പള്ളിയുടെ സെക്രട്ടറി വന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, 1.5 മണിക്കൂറുണ്ട് കൈകാര്യം ചെയ്തോളാം. കർത്താവിൻ്റെ അകത്തൊരു ബോധ്യം തരുക,
നിന്റെ അപ്പൻ്റെ നിത്യത നഷ്ടപ്പെട്ടത് നീ കാരണമാണ്. ഇന്ന് ഈ അഭിഷേകത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ മിണ്ടാത്ത അപ്പനോട് നീ എന്ന് മിണ്ടിയായിരുന്നേ ഒരു ബ്രേക്ക് ത്രൂ നടക്കത്തില്ലായിരുന്നു. അപ്പൻ മിണ്ടിയില്ലെങ്കിൽ അപ്പനെ നീ ഒന്ന് കെട്ടിപ്പിടിച്ചായിരുന്നേ, അതല്ലേ ദൈവസ്നേഹം. നമുക്കെല്ലാം അറിയാം, വചനമെല്ലാം അറിയാം, നമ്മൾ വലിയ പ്രസംഗിനാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അകത്തും ചില കുറവുകളുണ്ട്. ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ അപ്പൻ സ്നാനപ്പെട്ടതല്ല, പള്ളിയിൽ പോകുന്ന ആളല്ല, എന്നാലും അപ്പനല്ലേ. ലിഫ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവിടെ 20 മിനിറ്റ് എനിക്ക് സമയം കിട്ടിയപ്പം ഞാനാണ് ലീഡ് ചെയ്യുന്ന അപ്പൻ്റെ അടക്കം. 20 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഉറപ്പിക്കുക, അദ്ദേഹം ഒത്തിരി തകർന്ന മനുഷ്യനാണ്, എല്ലാവരുടെയും കൂട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സുവിശേഷകന് ജന്മം തന്നില്ലേ. അന്ന് ശരിക്കും എൻ്റെ കെട്ട് പൊട്ടുമായിരുന്നു. നീ എല്ലാവരെയും സ്നേഹിക്കണം, അതാണ് ശുശ്രൂഷ. അപ്പന് വലിയ ഗ്ലാമർ ഒന്നും ഇല്ലല്ലേ. എടാ, നിനക്ക് ഗ്ലാമർ എതിരാനാടാ അപ്പൻ്റെ ഗ്ലാമർ പോയത്. അപ്പനെ അമ്മനെയും ബഹുമാനിക്കണം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി ദൈവവചനത്തിൽ പുറപ്പാട് പുസ്തകം 12:20 പറയുന്നു, ഹോണർ യുവർ പേരൻസ്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. അന്ന് ആ സമയം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയൊക്കെയോ കടന്നുപോയി. ഒരുപക്ഷെ അപ്പനെ ഞാൻ കെട്ടിപ്പിടിച്ച് അപ്പനോട് ഞാൻ ഒരു പക്ഷേ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ എൻ്റെ അകത്ത് കിടന്ന പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഒന്ന് തൊടുമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം സ്നാനപ്പെടുമായിരുന്നു. എന്നാൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അന്നാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നത്. നിന്നോട് മിണ്ടിയില്ല, നീ ചെന്ന് മിണ്ടണം. നിന്നെ ഉപദ്രവിക്കുന്നവരോട് നീ നടക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ നിന്റെ അകത്തെ കയ്പ് മാറണം. നിന്റെ ഹാർട്ട് വൂണ്ടഡ് ആകല്ല്. ദുർവർത്തമാന നിമിത്തം നിന്റെ ഹൃദയം തകരല്ല്. ഹല്ലേലൂയ. നീ ക്ഷമിക്കുന്നവനായി മാറണം. കമോൺ, എത്ര പേര് വിശ്വസിക്കുന്നു? ആ ദിവസമാണ് അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച്, ആ അനുഗ്രഹമായ ശുശ്രൂഷ. അതിനുശേഷം പള്ളിക്കകത്ത് നടന്ന ശുശ്രൂഷയിൽ അച്ഛൻ എന്നെ വിളിപ്പിച്ച് മധുവെ കയറ്റി പ്രാർത്ഥിപ്പിച്ചു. അടക്കത്തിന് ബോഡി വാക്കാൻ നേരത്തും അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മകൻ ശുശ്രൂഷനാകുമ്പോൾ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. പരിശുദ്ധാത്മാവ് തെളിയിക്കുമായിരുന്നു. ഏത് സമുദായത്തിലും നിന്റെ അപ്പനും അമ്മയാണെങ്കിലും നിന്റെ സ്നേഹത്തിന് അവരെ പിടിക്കാൻ പറ്റും. ആദ്യം അതിനുശേഷം ഞാൻ ചെന്ന് എൻ്റെ അമ്മയെ എന്നെ കെട്ടിപ്പിടിച്ചത്. എൻ്റെ അമ്മ അങ്ങനെ തിരിഞ്ഞു. ഇന്ന് കൃപയാൽ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ ക്ഷമ പറയണം. അഭിഷക്തന്മാർക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമയും പറയണം, അവരോട് ക്ഷമ പറയണം. കാരണം നമ്മുടെ ബ്ലെസ്സിങ്ങിന് തടസ്സമായി പിശാച് വെച്ചിരിക്കുന്ന നുഖങ്ങളത് ഇന്ന് കെട്ടുപൊട്ടണം. കമോൺ, വാ തുറന്ന് നന്ദി പറഞ്ഞാട്ട്.